കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമാണ് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത്. നമ്മളിവിടെ ഇരിക്കാൻ ഉള്ളവരല്ലല്ലോ, നമ്മൾ പോകാനുള്ളവരാണല്ലോ. അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്യുന്നത് മുഖവരകൾ എന്ന ആദ്യത്തെ ഭാഗം കട്ട് ചെയ്ത് ലക്ഷണങ്ങൾ എന്ന ഭാഗം തുടങ്ങുകയാണ്. അനന്തര സംഭവങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അനന്തര സംഭവങ്ങളിലേക്ക് കടന്നാൽ ലക്ഷണങ്ങൾ അറിയാതെ അനന്തര സംഭവം കടന്നിട്ട് കാര്യമില്ല. ആർക്കും അറിയില്ലാത്ത കുറച്ച് കാര്യങ്ങളല്ല പറയുന്നത്. എന്നാൽ നമ്മുടെ മുന്നിലിരിക്കുന്ന മിടുക്കികളായ 4-5 പിള്ളേരിപ്പുണ്ട്. മിടുക്കന്മാരൊന്നും കാണാനില്ല. അപ്പോൾ മിടുക്കികളായ കുറച്ച് പിള്ളേരിപ്പുണ്ട്. അവരൊക്കെ ഈ കാര്യങ്ങൾ ഗ്രഹിക്കുകയും ആധുനിക പെന്തക്കോസ് സമൂഹത്തിൽ നിന്ന് നമ്മുടെ തലമുറകൾ വഴിമാറുന്നു എന്നുള്ളത് ഒരു പരമാർത്ഥമായ സത്യമാണ്. ഈ പിള്ളേർ പോലും കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണത്തില്ല. എല്ലാവരും വിദേശ രാജ്യങ്ങളിലേക്ക് പോകും. നിങ്ങളും കാണത്തില്ല. അവരുടെ പിള്ളേരെ നോക്കാനായിട്ട് നിങ്ങളും പോകും. എല്ലാവരും പോകും. അതൊന്നും ആർക്കും ഇവിടെ തടയാനായിട്ടും പറ്റില്ല. അതൊക്കെ കാലചക്രത്തിൻ്റെ ഒരു രീതിയാണ്. അതുകൊണ്ട് ഇവരെവിടെ പോയാലും, ദാനിയേൽ എവിടെ പോയാലും ശുഭപ്പെട്ടിരുന്ന പോലെ അവിടങ്ങളിലൊക്കെ ഇവർക്ക് വചനപഠനം കിട്ടട്ടെ. എന്നാൽ അവരുടെ മാതൃസഭയിൽ നിന്നും അവർക്ക് ലഭിക്കുന്ന ഈ വിലപ്പെട്ട സന്ദേശങ്ങൾ എവിടെ പോയാലും ശുഭതയോടെ ജീവിക്കാൻ അവർക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം സംബന്ധിച്ച് ലക്ഷണങ്ങൾ എന്ന ഭാഗത്തേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കാം. ഇതിൻ്റെ ലിങ്ക് എനിക്ക് ഇട്ട് തന്നതുകൊണ്ട് ഞാനും ഇതിൻ്റെ ലിങ്ക് കുറച്ച് പേർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗൾഫിലുള്ളവർ അവർ പറഞ്ഞു, പാസ്റ്റർ എന്തിനാ ഈ നോട്ടീസ് അയക്കുന്നത്? ഞങ്ങളിവിടെ ഇരുന്ന് കുത്തി ഇരിക്കുക, ഞങ്ങൾക്കിതൊന്നും പഠിക്കാനുള്ള യോഗമില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് പേർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നതറിയാം. നിങ്ങൾക്കും പ്രത്യേകാൽ സ്നേഹവന്ദനങ്ങൾ പറയുന്നു. ശബ്ദത്തിൻ്റെ പരിമിതിയുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ ഉറക്കപ്പറ എന്ന് നിങ്ങൾ പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ചാൽ പിന്നെ കാറ്റ് മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ തരുന്നിടത്തോളം നമുക്ക് കുറച്ചുകൂടി ശബ്ദത്തിൽ പോകാം. നിങ്ങൾ ശ്രദ്ധിച്ച് ഇരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ്. 9 മണിക്ക് ചില മിനിറ്റുകൾ ഉള്ളപ്പോൾ നമ്മുടെ ഈ ക്ലാസ് അവസാനിക്കും. ക്ലാസ്സിനെ കുറിച്ച് ആദ്യം തന്നെ ഒന്ന് പറഞ്ഞോട്ടെ. നമുക്ക് വലിയ വായിൽ സ്തോത്രം പറയാനും ഹല്ലേലൂയ പറയാനും ഒക്കെയുള്ള വികാരഭരിതമായിട്ടുള്ള സന്ദർഭങ്ങൾ ഇവിടെ വളരെ കുറവായിരിക്കും. കാരണം നിങ്ങളെ ഹല്ലേലൂയ പറയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിടുന്ന ഒരു സംഗതികളും ഉണ്ടാവുകയില്ല എന്നർത്ഥം. ബൈബിൾ ക്ലാസ് എന്ന് പറയുന്നത് പ്രസംഗം പോലെയല്ല, ഉപവാസ പ്രവർത്തന പോലെയോ അല്ല, പേഴ്സണൽ ഇവാഞ്ചലിസവും അല്ല. പ്രസംഗം എന്ന് പറയുന്നത് കടലിൽ വല വീശുന്ന പോലെയാണ്. അതിൽ കടൽ പാമ്പ് അടക്കം കയറാം, കോലും കുഴിയും കരിയിലയും ഒക്കെ കയറാം. ചിലതൊക്കെ നമുക്ക് കിട്ടും, ചിലതൊക്കെ തിരിച്ച് കടലിലേക്ക് തന്നെ വിടേണ്ടി വരും. പേഴ്സണൽ ഇവാഞ്ചലിസമാണ് സുവിശേഷീകരണത്തിൽ ഏറ്റവും സ്വീകാര്യമായ മാധ്യമം. മീൻ കൊത്തി എന്നറിഞ്ഞാൽ മാത്രം ചൂണ്ട വലിച്ചാൽ മതി, വലിച്ചാൽ ഒന്നിനെയെങ്കിലും കിട്ടും. ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ശത്രുരാജ്യത്തിൽ പോയി ഒരു ബോംബിട്ടിട്ട് തിരിച്ച് വീട്ടിൽ വന്നിരിക്കുന്ന പോലെ. ഒരു പ്രത്യാക്രമണം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കണം. അതുകൊണ്ടാണ് ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോഴൊക്കെ ചിലപ്പോൾ തമ്മിത്തല്ലും അടിയും ബഹളമൊക്കെ ഉണ്ടാകുന്നത്. പണ്ട് കല്യാണം കഴിയുമ്പം അളിയനും കൂടെ അടി കൂടുന്നത്. ഇപ്പോൾ 21 കഴിയുമ്പോഴത്തേക്കും എവിടെയെങ്കിലും ഒരു സ്ഫോടനാത്മകമായ സംഭവമൊക്കെ ഉണ്ടാകും. ബൈബിൾ ക്ലാസ് ഇതൊന്നുമല്ല. ഇക്കരെ നിൽക്കുന്ന ഒരാൾക്ക് അക്കരയ്ക്ക് പോകണം. ഒന്നുകിൽ പാലം പണിയണം, ഇല്ലെങ്കിൽ നീന്താൻ അറിയണം, ഇല്ലെങ്കിൽ തോണി തുഴയാൻ അറിയണം. ഈ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്ന ശൈലിക്ക് പറയുന്ന പേരാണ് ബൈബിൾ ക്ലാസ് എന്ന് പറയുന്നത്. സംശയങ്ങളുണ്ടാകും, ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കണം, ഉത്തരങ്ങൾ പറയാൻ അറിയാമെങ്കിൽ പറയണം, ഇല്ലെങ്കിൽ അരാമ്യ ഭാഷയിൽ എന്താണെന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തടിയെടുക്കും.
അങ്ങനെയൊക്കെയാണ് സാധാരണ ചെയ്യുന്നത്. ഇതിവിടെ ഒന്നും ഉണ്ടാവത്തില്ല. നമുക്ക് പ്രാർത്ഥനയോടെ കിടക്കാം. ലക്ഷണങ്ങൾ, കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ എന്ന ഭാഗം നമുക്കൊരു വാക്യം വായിച്ച് തുടങ്ങണമല്ലോ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. ബൈബിൾ വാക്യം വായിക്കുന്നവർ ആരാണോ ആർക്കും വായിക്കാം, കുഴപ്പമൊന്നുമില്ല. നല്ല സ്ഫുടമായിട്ട് ലൈവ് പ്രോഗ്രാം ആയതുകൊണ്ട് ലൈവിലുള്ള ആളുകൾ വാക്യം വായിച്ചത് കേട്ടില്ലായിരുന്നു എന്നൊരു കമൻറ്റ് താഴെ ഇടാൻ ഇടയാകാതിരിക്കേണ്ടതിന് ഒരാൾ മൈക്ക് ഉണ്ടെങ്കിൽ കൊടുത്താൽ അയാൾ ഉറക്കെ വായിക്കും. ഇല്ലെങ്കിൽ ഇച്ചിരി ശബ്ദമുള്ളയാൾ ഉറക്കെ വായിച്ചാൽ നല്ലതായിരിക്കും. മത്തായിയുടെ സുവിശേഷം 24-ന്റെ 3-ാമത്തെ വാക്യം. നമുക്ക് മതി 2-3 വാചകങ്ങൾ കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ തിരുവചന പഠന പരമ്പര ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി ദൈവം തീർക്കണം. ശബ്ദത്തിൻ്റെ പരിമിതികളുണ്ട് എങ്കിലും ഞങ്ങളുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നു. കൃപ കൂടെ ഇരിക്കണം. വന്ന കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും യൗവനക്കാർക്കും നന്ദി. ഈ തിരക്കുള്ള ജീവിതത്തിൽ ദൈവവചനം പഠിക്കുവാൻ അവർ വന്നല്ലോ. അവർക്കാർക്കും അറിയില്ലാത്ത കുറേ അറിവുകൾ പകരുക എന്നുള്ളതിനപ്പുറത്ത് പരിശുദ്ധാത്മാവ് അധ്യക്ഷനായിട്ട് നിന്നുകൊണ്ട് എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ചില കാര്യങ്ങൾ ഗ്രഹിപ്പിക്കുമ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഭൂമി വിട്ട് നിത്യതയിലേക്ക് ഞങ്ങൾ യാത്രയാകാറായി എന്ന ഒരു ചിന്ത ഞങ്ങളുടെ അകത്ത് ഉണ്ടായാൽ ഈ ക്ലാസ്സുകൾ അനുഗ്രഹിക്കപ്പെടും. അതിനുവേണ്ടി കർത്താവ് ഞങ്ങളെ സഹായിക്കണം. മുഴുവൻ മഹത്വവും കർത്താവിൻ്റെ പാതാരവിന്ദങ്ങളിൽ താഴ്മയോടെ അർപ്പണം ചെയ്യുന്നു. ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗസ്ഥ പിതാവേ. ഞാനിടയ്ക്ക് പാട്ടൊക്കെ പാടാറുണ്ട്. പാട്ട് പാടാൻ അറിയാവുന്നതുകൊണ്ടല്ല, അങ്ങനൊരു ശീലമുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇപ്പം നിർവാഹമില്ല. ചിലപ്പോഴെങ്ങാനും ഒരു പാട്ടിൻ്റെ വരിയെങ്ങാനും പറഞ്ഞാൽ നിങ്ങളാരെങ്കിലും പാടി സഹായിക്കണം എന്നും കൂടെ ഓർപ്പിക്കുന്നു. വായിച്ച വാക്യം മനസ്സിലായല്ലോ. മത്തായിയുടെ സുവിശേഷം 24-ന്റെ 3. അവൻ ഒലിവ് മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ ചെന്നു. അത് എപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളമെന്ത് എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. പകൽ സമയത്തൊക്കെ കർത്താവ് പറഞ്ഞ പല കാര്യങ്ങൾ ശിഷ്യന്മാർക്ക് മനസ്സിലായിരുന്നില്ല. അതൊരു വാസ്തവമാണ്. അതാണ് അവിടെ അത് എപ്പോൾ സംഭവിക്കും. ഏത്? നേരത്തെ പറഞ്ഞ കാര്യം എപ്പോൾ സംഭവിക്കും. അപ്പം അന്നേരം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചില്ല. നമ്മളെല്ലാവരും അങ്ങനെയാണ്. നമുക്കെല്ലാം ഒന്നും മനസ്സിലായിട്ടല്ലല്ലോ നമ്മൾ കർത്താവിൻ്റെ പുറകെ എത്തിയിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ വിത്ത് വിതച്ച ഉപമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ അവർക്ക് സത്യത്തിൽ അതൊന്നും മനസ്സിലായില്ല എന്ന് വേണം കരുതാൻ. നമുക്കും അതൊന്നും ചിലപ്പം മനസ്സിലായെന്ന് വരികയില്ല. ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. ചിലതെവിടെ വീണു? വഴിയരികിൽ. നിങ്ങളും കൂടെ ഒന്ന് സഹകരിക്കുക. ക്ലാസ് ആയതുകൊണ്ട് ഇടയ്ക്ക് വാ തുറന്ന് ഒരു പ്രോത്സാഹനം എന്ന നിലയിൽ നിങ്ങൾ എന്നോട് പറയുമ്പം എനിക്കൊരു സന്തോഷമാണ്. ചിലതെവിടെ വീണു? വഴിയരികിൽ. മറ്റ് ചിലതെവിടെ വീണു? പാറ സ്ഥലത്ത്. വേറെ ചിലതെവിടെ വീണു? മുള്ളിനിടയിൽ. മറ്റു ചിലതെവിടെ വീണു? ഇപ്പം എത്ര തരം വിത്തായി? 4 തരം വിത്തായി. പാസ്റ്റർ കേട്ടല്ലോ ഇല്ലേ? അതാ ഞാൻ പറഞ്ഞത്. അന്ന് ഈ ഉപമ കേട്ടവർക്ക് മനസ്സിലായില്ല. ഇപ്പം 4 തരം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായില്ല. ഇങ്ങനെ കാണിച്ചാൽ 4 അംഗൻവാടി പോയ പിള്ളേർക്ക് പോലും അറിയാം. എന്നാൽ ഞാൻ വെറുതെ ഒരു പരീക്ഷണം നടത്തിയതാണ്. നിങ്ങൾ എൻ്റെ വിരലിലേക്കാണോ നോക്കുന്നത്, ഞാൻ പറയുന്ന ആശയമാണോ ശ്രദ്ധിക്കുന്നതെന്നറിയാൻ ഒരു പരീക്ഷണം നടത്തിയതാണ്. 100 മാർക്ക് നിങ്ങൾക്കല്ല, എനിക്ക്. വിത്ത് ഒരു തരമേ ഉള്ളൂ. വീണതാണ് എത്ര സ്ഥലം?
4 സ്ഥലം. അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യമല്ല കേട്ടത്, പിന്നെ എങ്ങോട്ടാണ് നോക്കിക്കൊണ്ടിരുന്നേ? മനസ്സിലായോ? ഇതുപോലെയാണ് ശിഷ്യന്മാർക്കും സംഭവിച്ചെന്ന് പറയാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ആരും വിഷമിക്കൊന്നും വേണ്ട. അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അവർ ചോദിച്ചു, അതെപ്പോൾ സംഭവിക്കും? നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അതൊന്ന് പഠിക്കണം. ലോകാവസാനം. എത്ര ലോകമുണ്ട് മുമ്പിലിരിക്കുന്ന മക്കളെ? എത്ര ലോകമുണ്ട്? 3 ലോകം. എവിടെയാ കൊടുത്തിരിക്കുന്നത്? ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 11 വരെയുള്ള വേദഭാഗത്ത് 3 ലോകങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാക്യത്തിന് ദൈവശാസ്ത്രത്തിലൊരു പേരുണ്ട്, കെനോട്ടിക് പാസേജ് എന്നാണ്. കെനോട്ടിക് പാസേജ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആരോഹണ അവരോഹണ ക്രമത്തിൽ പറയുന്ന ഒരു വേദഭാഗം എന്നാണ്. 2-ാമത്തെ നൂറ്റാണ്ട് മുതൽ വീടുകളിലുള്ള ആരാധനയ്ക്ക് ആളുകൾ കടന്നു പോകുമ്പോൾ ഈ വാക്യങ്ങൾ, ഉയർച്ച താഴ്ചയുള്ള വാക്യങ്ങൾ ഉരുവിട്ടുകൊണ്ടാണ് അവർ ആരാധനയ്ക്ക് പോയിരുന്നത്. ആദ്യത്തെ 3 വാക്യങ്ങൾ 6, 7, 8 3 വാക്യത്തിൽ 7 പോയിന്റുകളുണ്ട്. അവൻ ദൈവരൂപത്തിലിരിക്കുമ്പോൾ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിൻ്റെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. എത്ര പോയിന്റ് അവിടെയുണ്ട്? 7 പോയിന്റുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ഇതിൽ കൂടുതൽ ഉയരത്തിൽ ഇനി ഒരാൾ ഇരിക്കാനില്ല. ഇനി അതെങ്ങനെ തീരുന്നേ? മരണത്തോളം. എല്ലാവരും മരിക്കുമല്ലോ. ക്രൂശിലെ മരണത്തോളം. ഇതിൽ കൂടുതൽ ഇനി ഒരാൾ താഴാനുമില്ല. അപ്പം ഇത്രയും ഉയരത്തിൽ ഒരാളിനി ഇരിക്കാനില്ല, ഇത്രയും ഉയരത്തിലിരുന്ന ഒരാൾ ഇനി ഇതിൽ കൂടുതൽ താഴാനുമില്ല. അതുകൊണ്ട് പിതാവ് അവനെ ഉയർത്തിയപ്പോൾ ഇതിൽ കൂടുതൽ ഇനി ഉയർത്താനുമില്ല. സ്തോത്രം. ബൈബിൾ ക്ലാസ് ആയതുകൊണ്ടാണോ സ്തോത്രം പറയാത്തത്? അതോ ഞാനെങ്ങനെ പതിയെ പറയുന്നതുകൊണ്ടാണോ? പണ്ട് മുതലേ ഉപദേശിമാർ പറയുന്നൊരു തമാശയുണ്ട്. ഇന്നെനിക്ക് ഭയങ്കര ക്ഷീണമാണ്, ഞാനിന്ന് നിൽക്കുന്നില്ല, ഇരുന്ന് പ്രസംഗിച്ചോളാം. പുറകെ നേരം അപ്പച്ചൻ പറഞ്ഞു, നന്നായി, എനിക്ക് അതിനേക്കാൾ ക്ഷീണമാണ്, ഞാനിന്ന് ഇരുന്ന് കേൾക്കുന്നില്ല, ഈ ബെഞ്ചിൽ കിടന്ന് കേട്ടോളാം എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ പ്രതികരണവും തോന്നുന്നു. അപ്പോൾ ഗ്രഹിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്നാലും യേശുവിൻ്റെ വലിപ്പമൊക്കെ പറയുമ്പം ഒരു സ്തോത്രമൊക്കെ പറഞ്ഞ് പഠിക്കുന്നത് നല്ലതാണ്. പറഞ്ഞില്ലെങ്കിലും ഞാൻ പിണക്കൊന്നും കൂടുകയില്ല. നിങ്ങൾ പറയുന്ന സ്തോത്രത്തിനനുസരിച്ചൊരു പ്രസംഗമൊന്നും പറയാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല, അങ്ങനെയുള്ള ആളുമല്ല. അപ്പോൾ അടുത്ത വാക്യം, അതുകൊണ്ട് പിതാവ് അവനെ ഏറ്റവും ഉയർത്തി സകലനാമത്തിനും മേലായ നാമം നൽകി. എന്നിട്ട് പറയാണ്, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും. അപ്പോൾ എത്ര ലോകമുണ്ട് അവിടെ? 3 ലോകം. സ്വർലോകം, ഭൂലോകം, അധോലോകം. അധോലോകം എന്ന് പറഞ്ഞാൽ മുംബൈയിലെ മാഫിയ സംഘമൊന്നുമല്ല. ഭൂമിയെ 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ക്രസ്റ്റ്, മാൻഡിൽ, കോർ അല്ലെങ്കിൽ ഉൾക്കാമ്പ്. അതിൽ അബ്രഹാമിൻ്റെ മടി എന്നും യാതനാസ്ഥലം എന്നും പറയുന്ന 2 സ്ഥലങ്ങൾ, 4 സ്ഥലങ്ങൾ ഭൂമിയുടെ 1-ാം പാതാളം എന്നറിയപ്പെടുന്ന ഭാഗത്ത് ഉണ്ട്. നമ്മളത് ഭൂമിയെക്കുറിച്ച് പറയുമ്പം പറഞ്ഞോളാം. അപ്പോൾ ഈ 3 ലോകവും മുഴങ്കാൽ മടക്കുന്ന ഒരു നാമമാണ്. ആരുടെ നാമം? യേശുവിൻ്റെ നാമം. നമ്മുടെ യോഗങ്ങളിൽ സ്തുതിയും സ്തോത്രവും ഉയരുന്നതിൻ്റെ ഒരു കാരണം ഇരിക്കുന്ന ആളുകളുടെ എണ്ണത്തിനനുസരിച്ചല്ല നമ്മൾ സ്തോത്രം പറയുന്നത്. നടുക്ക് എഴുന്നള്ളി വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വത്തിനനുസരിച്ചാണ്. ആരും ആരോടും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയല്ല പറയുന്നത്. അപ്പോൾ ആ ദൈവത്തെ സ്തുതിക്കാൻ ഒരാളുടെയും പ്രോത്സാഹനമൊന്നും നമുക്കധികം ആവശ്യമൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. 3 ലോകം മുഴങ്കാൽ മടക്കുന്നത്. അപ്പം 3 ലോകങ്ങളിൽ സ്വർലോകം മക്കളെ
ഭൂലോകം, അധോലോകം. ഈ 3 ലോകത്തിൽ 2 ലോകങ്ങൾ നശിക്കുകയില്ല. ഏതെല്ലാം? സ്വർലോകം നശിക്കുകയില്ല, അധോലോകം നരകവും നശിക്കുകയില്ല. ഇത് രണ്ടും നിത്യതയാണ്. ഇവിടെ ഒരു സംശയം, നരകം നിത്യതയാണോ പാസ്റ്ററെ? ആണ്. യേശുക്രിസ്തു പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക, പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവീൻ എന്ന് പറഞ്ഞാൽ അവസാനമില്ലെന്നർത്ഥം. അവിടെ എത്ര കാലമാണെന്നറിയാമല്ലോ. എത്ര കാലമാ? 1 കൊല്ലോ 2 കൊല്ലോ വല്ല ആണോ? ഒന്നുമല്ല. ഹൈന്ദവ ധർമ്മ സുധാകരം അതിൽ പറയുന്നത് പശുരോമ സഹസ്രം എന്നാണ്. പശുരോമ സഹസ്രം എന്ന് പറഞ്ഞാൽ ഒരു രോമത്തിന്, പശുവിന് എത്ര രോമമുണ്ട്? ഒരു രോമത്തിന് 1000 കൊല്ലം വീതം. നമ്മുടെ തലയിൽ എത്ര രോമമുണ്ടെന്നറിയാമോ? 80,000 മുതൽ 1,20,000 വരെ. എൻ്റെ തലയിൽ നോക്കിയിട്ട് കാര്യമില്ല. ഇതൊക്കെ നെടുമ്പാശ്ശേരി എയർപോർട്ട് കണക്കെ ആയി തുടങ്ങിയതാണ്. അതൊന്നും നോക്കണ്ട, ഉള്ളവരെ തല നോക്കി വെച്ചാൽ എല്ലാവരും അങ്ങനെയൊക്കെ ആവും. അപ്പോൾ ഇതൊന്നും നമുക്ക് എണ്ണാൻ പറ്റത്തില്ലെന്നേ. മനുഷ്യൻ്റെ തലയിലെ തലമുടി പോലും നമുക്ക് എണ്ണാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഇരിക്കുന്ന തലമുടി ഒന്ന് കളറ് മാറണമെങ്കിൽ, മുറിഞ്ഞോ മുറിയാതെയോ താഴെ വീഴണമെങ്കിൽ ദൈവം അറിയാതെ സംഭവിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മളെക്കുറിച്ച് അറിയുന്ന ദൈവത്തിൻ്റെ ആ അറിവ് എത്ര മനോഹരമാണെന്ന് ഓർത്തു നോക്കിക്കേ. അപ്പം 3 ലോകത്തിൽ സ്വർലോകവും അധോലോകവും നശിക്കുകയില്ല. ഏത് ലോകമാണ് നശിക്കുന്നത്? ഭൂലോകം. അതായത് നമ്മൾ പാർക്കുന്ന കൊല്ലാട്, കോട്ടയം, കേരളം, ഏഷ്യ, 5 ഭൂഖണ്ഡങ്ങൾ നശിക്കും. ഇത് നശിക്കുമ്പോൾ ഈ ഭൂലോകത്തിലുള്ള ആളുകളാണ് മറ്റ് 2 ലോകത്തിലേക്കും പോകേണ്ടത്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള സംഭവം എന്താ? ഇപ്പോൾ പണ്ടൊരു ഉപദേശി പറഞ്ഞു, സ്വർഗത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പം ഒരു കള്ളുടിയൻ പറഞ്ഞു, ഇയാൾ കുറേ നേരമായല്ലോ സ്വർഗത്തെക്കുറിച്ച് പറയുന്നു, നരകത്തിലേക്ക് പോകാനുള്ള വഴി പറ എന്ന് പറഞ്ഞു. ഉപദേശി പറഞ്ഞു, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഈ പോക്കങ്ങ് പോയാൽ മതി, എവിടെ ചെന്നോളും? നരകത്തിലേക്ക് ചെന്ന് വീണോളും എന്ന് പറഞ്ഞു. നമുക്ക് നരകത്തെക്കുറിച്ച് അധികം പഠനങ്ങളില്ല. അതൊരു വലിയ പ്രശ്നമാണ്. ഞാൻ എൻ്റെ 2ാമത്തെ പുസ്തകമാണ് പുനരാഗമനം മുതൽ പുതിയ യെരൂശലേം വരെ. 8 കൊല്ലം തച്ചിനിരുന്ന് പഠിച്ചു എഴുതിയൊരു പുസ്തകമാണ്. 46 പുസ്തകങ്ങൾ റെഫർ ചെയ്തു. 46 പുസ്തകങ്ങൾ റെഫർ ചെയ്തപ്പോഴും അതിൽ കണ്ടൊരു പ്രത്യേകത, നരകത്തെക്കുറിച്ച് അധികം എഴുതിയിട്ടില്ല. എനിക്ക് തോന്നുന്നു അത് ആളുകൾ അറിയരുതെന്ന് ആഗ്രഹിച്ച് കാണും. സ്വർഗത്തെക്കുറിച്ച് കണ്ടമാനം എഴുതിയിട്ടുണ്ട്. വാസ്തവത്തിൽ നമ്മൾ സ്വർഗത്തെക്കുറിച്ച് അറിയണം, എന്നാൽ നരകത്തെക്കുറിച്ച് കൂടുതൽ അറിയണം. അവിടേക്ക് പോകാൻ പാടില്ല ആളുകൾ. നമ്മുടെ സുവിശേഷ പ്രസംഗങ്ങളിലൊക്കെ നരകത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നവരൊക്കെ കുറവാണ്, രക്ഷയെക്കുറിച്ച് പ്രസംഗിക്കുന്നവരും കുറവാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനത്തെ ഒരു ലോകത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നരകത്തിലേക്ക് പോകണമെങ്കിലും ചുമ്മാ പറ്റത്തില്ല. ആട്ടിറച്ചിയും ബീഫും, 1-ാം ചപ്പാത്തിയും ഫിഷ് കറി മീൽസും സെൻട്രൽ ജയിലിലുണ്ട് എന്നും പറഞ്ഞുകൊണ്ട്, ഇവിടെ പണിയും വേലയും കൂലിയില്ലാത്തതുകൊണ്ട് ഞാൻ ഒരാഴ്ച സെൻട്രൽ ജയിലിൽ പോയി കിടക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് അവിടെ ചെന്നാൽ അവിടെ കയറ്റി കിടത്തുകയില്ല. ഒരു എൻട്രി പാസ്സെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടണമെങ്കിൽ പാറാവ് നിൽക്കുന്ന പോലീസുകാരൻ്റെ മുഖത്ത് ഒരു മേരി കോം പഞ്ചെങ്കിലും നമ്മൾ കൊടുക്കാതെ അകത്തോട്ട് ഫ്രീ എൻട്രി കിട്ടത്തില്ല. ഒരാഴ്ച വന്ദനം. അത് പാസ്റ്ററുണ്ട്, അച്ഛനുണ്ട്, ഞങ്ങളെല്ലാം പല ആളുകളാണ്, അറിയുന്ന ആളുകളാണ്. ഞാനിങ്ങനെ ഒത്തിരി പേരുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് പൊതുവെ കുറവാണ്, അതുകൊണ്ടാണ് ശബ്ദത്തിൻ്റെ പരിമിതി കൊണ്ടല്ല. അപ്പം നരകത്തിലേക്ക് പോകാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, മനുഷ്യ സ്വഭാവമുള്ളവരെ അല്ല നരകത്തിലേക്ക് വിടുന്നത്. പിന്നെ ആരെയാ? കർത്താവ് പറയുന്നുണ്ട്, പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നി.
അപ്പം നരകത്തിലേക്ക് പോകണമെങ്കിൽ ആരുടെ മക്കളായി മാറണം? പിശാചിൻ്റെ മക്കളായി മാറണം. പിശാചിൻ്റെ മക്കളായി മാറാൻ എന്ത് ചെയ്യണം? പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. അത്രയേ ഉള്ളൂ. പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പിശാചിൻ്റെ മക്കളാകും. പിശാചിൻ്റെ മക്കളായാൽ എവിടെ ചെല്ലാം? നരകത്തിന് ഓഹരിക്കാരാകും. അപ്പം മക്കളെ, ദൈവമക്കളാകാൻ എന്ത് ചെയ്യണം? അപ്പം സ്വർഗത്തിൽ പോവാലോ. ദൈവമക്കളാകാനും ഒരു പ്രൊസീജിയറുണ്ട്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാം. അപ്പം കാര്യം മനസ്സിലായോ? സ്വർലോകത്തിലേക്ക് പോകുന്ന ആരാ? അവിടെ ദൈവം വസിക്കുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളും, നരകം പിശാചിൻ്റെ തീരാധാരം ചെയ്ത് കൊടുത്ത സ്ഥലമായതുകൊണ്ട് അവിടേക്ക് പോകുന്ന പിശാചിൻ്റെ മക്കളുമാണ്. ഈ രണ്ടു മക്കളും ഇപ്പം എവിടെ ഉണ്ട്? ഭൂലോകത്തിലുണ്ട്, കൊല്ലാടുണ്ട്. സഭയിലുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. സഭ രക്ഷിക്കപ്പെട്ട് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണല്ലോ. ഈ ലോകത്തിലുണ്ട്. അപ്പോൾ ഈ ലോകത്തിലുള്ളവരാണ് ഈ രണ്ട് സ്ഥലത്തേക്കും പിരിഞ്ഞു പോകേണ്ടത്. അതെപ്പോൾ പിരിയും? ഈ രണ്ടു കൂട്ടരും പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂലോകം ആവശ്യമുണ്ടോ? ഉണ്ടോ? ഈ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഈ ഭൂലോകം ആവശ്യമുണ്ടോ? ഇല്ല. ഞാൻ പറയും, നമ്മുടെ സഭാഹാളെല്ലാം പൊളിച്ചു പണിയണം. ആൾ കൂടുന്നതുകൊണ്ടല്ല, പിള്ളേരെല്ലാം വിദേശത്ത് പോകുന്നതുകൊണ്ടും പിറകെ നമ്മുടെ കാരണന്മാരും വെച്ച് പിടിക്കും എന്നുള്ളത് കൊണ്ടും ഇതെല്ലാം കുറച്ചും കൂടെ ചെറുതാക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, വലുതാക്കണമെന്നല്ല. അപ്പോൾ ഈ ആളുകളെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ആർക്ക് വേണ്ടി പണിതിട്ടിരിക്കുന്നതാണ്? അല്ല, നമ്മുടെ വീട് പോലും നമുക്കറിയാമല്ലേ, എല്ലാം ഒരു വൃത്തസദനം എന്ന് പേരിടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം വൃത്തസദനമാണ്. 2 പട്ടിയും 2 പെട്ടിയും കുട്ടികളെപ്പോലെ ഒരപ്പച്ചനും അമ്മച്ചിയും, അത്രയേ ഉള്ളൂ. എൻ്റെ വീട്ടിലും അതാണ് സ്ഥിതി. ഒരു വീടിൻ്റെയും സ്ഥിതി വ്യത്യസ്തമല്ല. അപ്പോൾ ഭൂലോകത്തിലുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ ഈ ഭൂലോകം പിന്നെ ആവശ്യമില്ല. ഭൂലോകത്തിൽ നിന്നും ആളുകൾ പോയാൽ പ്രത്യേകം പഠിക്കണം, രക്ഷിക്കപ്പെടാതെ നരകത്തിലേക്ക് പോയാൽ അവിടെ നിന്ന് പിന്നീട് സ്വർഗത്തിലേക്ക് പോകാൻ ഒരു മാർഗവുമില്ല. അതെവിടെ തെളിയിക്കുന്നേ? ഈ ധനവാൻ താഴെ കിടന്നുകൊണ്ട് 7 നല്ല കാര്യങ്ങൾ ചെയ്തു. മക്കൾ പഠിച്ചിട്ടുണ്ടോ? 7 നല്ല കാര്യം ചെയ്തു. എല്ലാം നല്ലതാ. മേലോട്ട് നോക്കി, നല്ല കാര്യമല്ലേ? ദാഹിച്ചു, നല്ല കാര്യമല്ലേ? എൻ്റെ സഹോദരന്മാർ അവിടെയുണ്ടെന്ന് പറഞ്ഞു, നല്ല കാര്യമല്ലേ? ആത്മാക്കളും നല്ലതാ. പക്ഷേ അബ്രഹാം പറഞ്ഞ മറുപടി കേട്ടോ, നീ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണേലും 1/2 ഇഞ്ച് അനങ്ങാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഈ 7 കാര്യങ്ങളും ചെയ്യേണ്ടത് എവിടെ വെച്ചാണ്? ഇവിടെ വെച്ച് മേലോട്ട് നോക്കണം, ഇവിടെ വെച്ച് പ്രാർത്ഥിക്കണം, ഇവിടെ വെച്ച് ദാഹം ഉണ്ടാകണം, ഇവിടെ വെച്ച് ആത്മഭാരം ഉണ്ടാകണം. ഇവിടെ വെച്ച് ഉണ്ടാകേണ്ട കാര്യങ്ങൾ ഇവിടെ വെച്ച് ഉണ്ടാകാതെ അവിടെ ചെന്നുണ്ടായിട്ട് എന്നാ കാര്യം? അതുകൊണ്ടാണ് മരണാനന്തര പ്രക്രിയകളിൽ നമ്മൾ വിശ്വസിക്കാത്തത്. അപ്പം ഭൂലോകം ഇളകി മാറണമെങ്കിൽ എവിടെയാ ആദ്യം ഇളകുന്നതെന്ന് അറിയണ്ടേ? ഇപ്പോൾ ഇന്ത്യയും അടുത്തുള്ള ഒരു ശത്രു രാജ്യവും തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്നിരിക്കട്ടെ, ഉടനെ കോട്ടയത്തെ കൊല്ലാട് വന്നാണോ അവർ ബോംബിടുന്നത്? അല്ല, അതിർത്തികളിലാണ് ആദ്യം അനക്കമുണ്ടാകുന്നത്. വാഗ ചെക്ക് പോസ്റ്റിൻ്റെയോ മറ്റേതെങ്കിലും അതിർത്തികളിലാണ് ആദ്യം പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനല്ലേ? അപ്പം ഭൂലോകം ഇളകി മാറണമെങ്കിൽ ഭൂലോകത്തിൻ്റെ അതിർത്തി എവിടെയാണ്? അതിർത്തി മുകളിൽ ശൂന്യാകാശമാണ്. താഴെ 35 കിലോമീറ്റർ ക്രസ്റ്റും 2870 കിലോമീറ്റർ മാൻഡിൽ എന്ന് പറയുന്ന ഭാഗവുമാണ്. 2905 കിലോമീറ്റർ ചെന്നാൽ പിന്നെ എരിയുന്ന നരകമായിരിക്കണം. നാളെ പറഞ്ഞോളാം. അപ്പോൾ ഈ ഭൂമിയുടെ അടിത്തട്ട് ഇളകണം, ശൂന്യാകാശം ഇളകണം. ഇത് രണ്ടും ഇളകുമ്പോൾ എന്ത് മനസ്സിലാക്കണം? ഭൂലോകം ഇളകി ഇവിടുന്ന് മാറാൻ തുടങ്ങുകയാണെന്ന് മനസ്സിലാക്കണം. അത് ഇളകും എന്നതിൻ്റെ വാക്യമാണ് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും.
അടുത്തത്, ഭൂമിയും മൂലപദാർത്ഥങ്ങളും കത്തിയഴിയും. ഇത് രണ്ടും കൂടെ പോയി കഴിയുമ്പോൾ ഇവിടെ എന്തോ സംഭവിക്കും? പുതിയൊരാകാശവും പുതിയ ഭൂമിയും ഇവിടെ സ്ഥാപിതമാകും. യോഹന്നാൻ്റെ ദർശനത്തിൽ, വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്, അനന്തരം ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. തുപ്പട്ടിയിൽ തൂക്കി നിർത്തിയതുപോലെ അന്ന് മുതൽ തൂങ്ങിക്കിടക്കുന്ന ആ ഭൂമി ഇവിടേക്ക് സ്ഥാപിതമാകാത്തതിൻ്റെ കാരണം, നമുക്കൊരു പുതിയ വീട് പണിയാൻ പൈസ ഉണ്ടായാൽ ദ്രവിച്ച് നാമാവശേഷമായ പഴയ വീടിൻ്റെ പുറത്തല്ല പുതിയ വീട് പണിയുന്നത്. അത് മുഴുവൻ അടിസ്ഥാനം വരെ മാറ്റിക്കളഞ്ഞിട്ടാണ് പുതിയ വീട് പണിയുന്നത്. ഇതുപോലെ ഇത് മാറിപ്പോകാതെ അതിവിടെ സ്ഥാപിക്കാൻ പറ്റില്ല. ഇത്രയുമൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഭൂലോകം ഇളകി മാറുമെന്നും ലക്ഷണങ്ങൾ ഓരോന്നായി പഠിക്കുമ്പോൾ ഓരോ ലക്ഷണങ്ങളും യേശുവിൻ്റെ വരവിന് അടിസ്ഥാനപരമായി ഏറ്റവും അടുത്തിരിക്കുന്നു എന്നും നമ്മൾ മനസ്സിലാക്കണം. ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് 3 അധ്യായങ്ങളിലാണ് കിടക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 24, മർക്കോസിൻ്റെ സുവിശേഷം 13, ലൂക്കോസിൻ്റെ സുവിശേഷം 21. കുറിക്കുന്നവർക്ക് വേണ്ടി വീണ്ടും പറയുന്നു, മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21. ഈ 3 അധ്യായങ്ങളെയാണ് യഹൂദൻ്റെ മുപ്പിരി ചരട് അല്ലെങ്കിൽ യഹൂദീയ അധ്യായങ്ങൾ എന്ന അപരനാമത്തിലാണ് ഈ 3 അധ്യായങ്ങൾ ഈ എഴുത്തുകാർ വിളിക്കുന്നത്. ഈ 3 അധ്യായങ്ങളിലും പഴയ പുതിയ നിയമങ്ങളുടെ നിരവധി പേജുകളിൽ ചിതറി വിതറിക്കിടക്കുന്ന 150 ലക്ഷണങ്ങൾ, ഒരു മാലയിൽ കോർത്ത മുത്ത് കണക്കെ നമ്മൾ ചേർത്ത് വെച്ച് പറയുമ്പോഴാണ് ലക്ഷണങ്ങൾ ആകുന്നത്. ഈ ലക്ഷണങ്ങളെ നമ്മൾ ഒരുമിച്ച് പഠിക്കാനൊക്കത്തില്ല. ഉദാഹരണം, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്നാ? അപ്പോൾ യേശു പറയുന്ന അടയാളങ്ങൾ ശ്രദ്ധിച്ചോ. ഒന്നാമത്തെ അടയാളം എന്നാ? ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന പലരെയും, ഇതാണ് ഒന്നാമത്തെ അടയാളം. ഈ അടയാളം ഏത് ലക്ഷണത്തിൽ വരുമെന്നറിയാമോ? 150 ലക്ഷണങ്ങളെ 4ആയിട്ട് തിരിക്കാം. തിരിച്ചെഴുതിക്കോളൂ. 1, ഇസ്രായേൽ ലക്ഷണങ്ങൾ. 2, ജാതീയ ലക്ഷണങ്ങൾ. 3, സഭാലക്ഷണങ്ങൾ. 4, പ്രാപഞ്ചിക ലക്ഷണങ്ങൾ. മക്കളെ, ഇവിടെ 1-2 കസേരയും കൂടെ ഉണ്ട്. ധൈര്യമായിട്ട് കൈയൊക്കെ ഒന്ന് വെക്കണമെന്നുണ്ടെങ്കിൽ മുമ്പിൽ കസേരയുണ്ട്, ഇല്ല കുഴപ്പമില്ലെങ്കിൽ പുറകെ കസേരയുണ്ട്. ശ്രദ്ധിച്ചു. 150 ലക്ഷണങ്ങളെ 4ആയിട്ട് തിരിക്കുന്നു. ഒന്ന് പറഞ്ഞ് എഴുതിയവർ പറഞ്ഞ്, 1 ഇസ്രായേൽ ലക്ഷണങ്ങൾ, 2 ജാതീയ ലക്ഷണങ്ങൾ, 3 സഭാലക്ഷണങ്ങൾ, 4 പ്രാപഞ്ചിക ലക്ഷണങ്ങൾ. ഇനി ഹോംവർക്ക് പോലെ തരികയാണ് കേട്ടോ. ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി ചെയ്യാനൊന്നുമല്ല. വീട്ടിൽ പോയി ചെയ്യാനൊക്കെ നിങ്ങളെ വിട്ടാൽ കട്ടപ്പുകയാവും. ഒരു ഹോംവർക്കുമില്ല. ദൈവത്തെ ഓർത്ത് നാളെ ഇങ്ങോട്ട് വന്നേച്ചാൽ മതി. ഒരു ഹോംവർക്കും തരുന്നില്ല കേട്ടോ. ഈ രചന, ഇമ്പോസിഷനൊക്കെ എഴുതി കൈകരച്ചൊരു കാലം ഉണ്ടായിരുന്നു. നമ്മളതൊക്കെ പടിയടച്ച് പിണ്ണം വെച്ചതുകൊണ്ട് അതൊന്നും മടങ്ങി വരല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സിന് വന്നിരിക്കുന്നത്. ഞാൻ അങ്ങോട്ടേക്ക് നിങ്ങൾ അയക്കുന്നില്ല. അപ്പം നോക്കിക്കോ, ഈ 150 ലക്ഷണങ്ങളിൽ ഒന്നാമത് ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ എൻ്റെ പേരെടുത്തൊന്ന് പലയും തെറ്റിക്കും. അത് ഏത് ലക്ഷണത്തിൽ വരും പറ? ഇസ്രായേൽ ലക്ഷണത്തിൽ വരുമോ? ജാതീയ ലക്ഷണത്തിൽ വരുമോ? സഭാലക്ഷണത്തിൽ വരുമോ? പ്രാപഞ്ചിക ലക്ഷണത്തിൽ വരുമോ? സഭാലക്ഷണത്തിൽ വരും. ഞാൻ ക്രിസ്തുവാണെന്നും പറഞ്ഞ ഒരാൾ വന്നാൽ ആർക്കാ അത് സ്വീകരിക്കാൻ തോന്നുക? സഭക്കാർക്കാണ്. എൻ്റെ ഒരു ട്രാക്റ്റ് ഉണ്ടോയെന്നറിയത്തില്ല, 72 പേർ ഇതുവരെ ക്രിസ്തുവാണെന്നും പറഞ്ഞ് ലോകത്തിൽ വന്നിട്ടുണ്ട്. ആ ട്രാക്റ്റിൻ്റെ പേര് കള്ളക്രിസ്തുക്കളെ സൂക്ഷിക്കുക എന്നാണ്. എവിടെയെങ്കിലും കിട്ടിയെങ്കിൽ ഒരു കോപ്പി എടുത്ത് എനിക്ക് വായിച്ചു തരണം. ഞാൻ തന്നെ എഴുതിയതാണ്. 72 പേരുടെ പേരും അവരുടെ ഉത്ഭവസ്ഥാനവും
രാജ്യങ്ങളും ഒക്കെ അന്ന് മനോഹരമായിട്ട് എഴുതി പ്രിൻ്റ് ചെയ്തതാണ്. കയ്യിൽ നിന്ന് കൈമോശം വന്നുപോയി. അമേരിക്കയിലെ ജിം ജോൺസും ഡേവിഡ് കൊറേഷും ജപ്പാനിലെ അസാഹാരയും തിരുവനന്തപുരത്തുകാരി ശാന്തമ്മയും കട്ടപ്പനയിലെ തോമസ് കുട്ടി അടക്കം ധാരാളം കള്ളക്രിസ്തുകൾ ലോകത്തിൽ എഴുന്നേറ്റിട്ടുണ്ട്. ഈ നാട്ടുകാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. എന്നാണെന്നറിയാമോ? ഞാൻ ഈ മലയാറ്റൂരിൽ കുറച്ച് നാൾ പ്രവർത്തനമായിരുന്നു. മലയാറ്റൂർ, അവിടെ നിന്ന് നമ്മുടെ ആളുകളെ കയറ്റത്തില്ല. അവിടുത്തെ അച്ഛൻ എനിക്കെതിരെ നോട്ടീസ് അടിച്ചു. ഒരു ഉപദേശി ഇതിലേക്ക് ഇറങ്ങി നടക്കുന്നുണ്ട്, നിങ്ങൾ ആരും ഇദ്ദേഹത്തെ വീട്ടിൽ എന്ത് ചെയ്യരുത്, കയറ്റരുത്. ഇദ്ദേഹം നമ്മുടെ സ്നാനമൊക്കെ തെറ്റാന്ന് പറഞ്ഞ് മാമോദീസയെ കളിയാക്കി, ശിശു സ്നാനത്തെ കളിയാക്കി പുതിയ സ്നാനം അടിച്ചേൽപ്പിക്കുന്നു, വീട്ടിൽ കയറ്റരുത്. നോട്ടീസ് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ട്. അച്ഛൻ്റെ പേര് പറയുന്നില്ല. അച്ഛൻ എപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട്, ഗാനരചയിതാവാണ്. അച്ഛൻ മുഖാന്തരം എനിക്ക് ദൈവം ചെയ്ത ഉപകാരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം. കാരണം എന്നെ മലയാറ്റൂർ ആരും അറിയുമായിരുന്നില്ല. ഈ നോട്ടീസ് അച്ഛനടിച്ച് പ്രസിദ്ധം ചെയ്തതോടുകൂടെ ആളുകൾക്ക് ചിന്ത, ആരാടാ ഇവിടെ കൊല്ലക്കുടിയിൽ സൂചിപ്പിക്കാൻ വന്നിരിക്കുന്നത്? മലയാറ്റൂർ സുവിശേഷ വിലയോ? അങ്ങനെ അന്വേഷിച്ച് പിടിച്ച് എൻ്റെ അടുത്ത ആളുകൾ വരാൻ തുടങ്ങി. 49 പേരോളം ആളുകളെ ആ പ്രദേശത്ത് സ്നാനപ്പെടുത്താനുള്ള കൃപ ദൈവം നമുക്ക് തന്നു. അച്ഛൻ്റെ അൾത്താര ബാലന്മാരടക്കം പിന്നീട് സ്നാനപ്പെട്ടു. അപ്പോൾ അതൊക്കെ അവർ മുഖാന്തരം ചെയ്യുന്ന നല്ല കാര്യങ്ങളാണ് കേട്ടോ. അവർക്കായിട്ട് ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ ഞാൻ അന്ന് രാവിലെ ഒരു വീട്ടിൽ ചെന്നു. ഞാനും എൻ്റെ ഭാര്യയും സുവിശേഷ വേല ചെയ്യുന്നതെല്ലാം വീട് കയറ്റമാണ്. രാവിലെ 10 മണിക്ക് ഇറങ്ങും. 50 വയസ്സ് വരെ എനിക്ക് സഭ വേണ്ട എന്ന് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം വെയിൽ കൊള്ളാനും ട്രാക്റ്റ് കൊടുക്കാനും പരിശോധന നടത്താനും ഒരാഗ്രഹം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് സഭ വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. സഭ കിട്ടിയാൽ ബുധനാഴ്ചത്തെ കൂട്ടപ്രാർത്ഥനയും വെള്ളിയാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥനയും ശനിയാഴ്ചത്തെ കാത്തിരിപ്പ് യോഗം അതിപ്പോഴില്ലെന്ന് തോന്നുന്നു. ഞായറാഴ്ച ആരാധനയും കൊണ്ടൊക്കെ തൃപ്തിപ്പെടണമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു 50 വയസ്സ് കഴിഞ്ഞ് എനിക്ക് സഭ തന്നാൽ മതി, അതുവരെ പുതിയ സ്ഥലം തന്നാൽ മതി. അതുകൊണ്ട് ഞങ്ങൾ 10 സ്ഥലത്ത് പുതിയ പ്രവർത്തനങ്ങൾ 26 കൊല്ലം കൊണ്ട് ആരംഭിച്ചു. 10 സ്ഥലത്തും സഭയുണ്ടായി. അങ്ങനെ നടക്കുന്ന സമയത്ത് മലയാറ്റൂർ വീട്ടിൽ ചെന്നു. അപ്പോൾ ഒരമ്മച്ചി ചോദിച്ചു, എന്താ? ഞാൻ പറഞ്ഞു, സുവിശേഷം പറയാൻ വന്നതാ. ആണോ? കയറിയിരിക്കുക. പതിവില്ലാത്ത സ്വീകരണം. ഞാനങ്ങനെ അങ്ങ് സന്തോഷിച്ചു. ഒരു കസേരയിട്ട് വന്നിട്ട് പറഞ്ഞു, മോളെ നീ അവിടെ എന്തോ കൊടുക്കുക? അടുക്കള പണിയാ. അതൊക്കെ പിന്നെ ചെയ്യാം, ദാ ഒരാൾ വന്നിരിക്കുന്നു, കാണിച്ചു തരാൻ, ഓടിവാ. എനിക്കങ്ങോട്ട് ആവേശം കൊണ്ട് ഇന്ന് ഒരു വെടിക്ക് 2 പക്ഷി. അമ്മച്ചിയും മരുമോളും രക്ഷിക്കപ്പെടും. ഞാൻ വിഗ്രഹാരാധനയെക്കുറിച്ചും രക്ഷാ സ്നാനം ആദിയായ തിരുവിടത്തെല്ലാം മനസ്സിലിങ്ങനെ കോർത്തെടുത്തുകൊണ്ടിരിക്കുക. അടുക്കളയിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്ന സഹോദരി കയ്യിൽ അടുക്കളയിലെ ഒരു ആയുധവുമായി ഭൂമുഖത്തേക്ക് വന്നു. അപ്പം അമ്മച്ചി പറഞ്ഞു, ആരായിരിക്കുന്നറിയാമോ? ഇല്ല. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ പള്ളിയിൽ അച്ഛൻ പറഞ്ഞില്ലയോ? എന്തോന്ന്? അന്ത്യകാലത്ത് കർത്താവിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് കള്ളക്രിസ്തുക്കൾ വരും, അതിലൊരുത്തനാണ് ഈ വന്നിരിക്കുന്നത്. ഞാനിനി അവിടെ ഇരിക്കണോ എഴുന്നേറ്റ് പോകണോ? ആകപ്പാടെ വെട്ടിലായി. നാട്ടുകാർ നമ്മളെക്കുറിച്ച് പറയുന്ന ആക്ഷേപം, കറുത്ത പാന്റും വെള്ള ഷർട്ട് ഇട്ടുകൊണ്ട് അന്ത്യകാലത്ത് കർത്താവിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അന്തിക്രിസ്തുക്കൾ ഇറങ്ങിയിരിക്കുക എന്നാണ് പറയുന്നത്. എൻ്റെ പൊന്നു നാട്ടുകാരെ, എന്തുവാ എഴുതിയിരിക്കുന്നത്? നിങ്ങൾ എന്തോ വായിക്കുന്നത്? കർത്താവിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ ചെല്ലുന്നത്. അല്ലാണ്ട് നമ്മൾ കർത്താവാണെന്നും പറഞ്ഞല്ല ചെല്ലുന്നത്. കർത്താവാണെന്നും പറഞ്ഞ് നമ്മുടെ ഭാഷന്മാരെങ്ങാനും വീട് കയറിയാൽ ഈ പ്രോഗ്രാമിലൂടെ ഞാൻ പറയുന്നു, അടിച്ചതിനകത്ത് കയറ്റരുത്. എന്നാൽ ക്രിസ്തുവിനെ കുറിച്ചാണ് പറയാൻ വരുന്നെങ്കിൽ തള്ളിക്കളയാനല്ല വചനം, അവരെ സ്വീകരിക്കാനാണ് വചനം. അതെങ്കിലും നാട്ടുകാർ മനസ്സിലാക്കണ്ടേ? അപ്പം ക്രിസ്തുവാണെന്നും അതുപോലെ ഒത്തിരി ദുരുപദേശങ്ങൾ. ദാണ്ട് ഈയിടെ ഒരാൾ പറഞ്ഞേക്കിടൂ, അന്തിക്രിസ്തു വരുന്നത് എവിടെ നിന്നാണെന്നോ നിങ്ങൾ കേട്ടായിരുന്നോ? മനുഷ്യൻ്റെ സംഖ്യ 6 3 6 ചേർന്നാൽ എന്താവും? അതൊരു മൃഗത്തിൻ്റെ സംഖ്യ എത്ര? 666. ഇദ്ദേഹം പറയാണ് 3 6 ചേരുന്നൊരു സ്ഥലമുണ്ട് കേരളത്തിൽ,
പേരാണ് മൂന്നാർ. അതുകൊണ്ട് മൂന്നാറിൽ നിന്നാണ് ആര് വരുന്നത്? അന്തിക്രിസ്തു വരുന്നത്. ഒന്നാമത് അന്തിക്രിസ്തു എന്നൊരു പദം മലയാള ബൈബിളിൽ ഇല്ല. ആൻറ്റി ക്രിസ്റ്റോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്ന് മലയാളീകരിച്ചെടുത്ത പദമാണ് അന്തിക്രിസ്തു. മലയാളത്തിൽ എതിർ ക്രിസ്തു എന്നാണ്. അത് യോഹന്നാൻ്റെ ലേഖനങ്ങളിൽ മാത്രം 5 പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടൊന്നും വന്നിട്ടില്ല. എതിർ ക്രിസ്തുവിന് ബൈബിളിൽ 15 പേരുകൾ ഉണ്ട്. അങ്ങോട്ടൊന്നും നമ്മൾ വന്നിട്ടില്ല. അപ്പം അതാ ക്രിസ്തു അവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടരുത്. ഇതാ ക്രിസ്തു ഇവിടെ പുറപ്പെടരുത്. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. അപ്പോൾ ഇതുപോലെ യുദ്ധം, ക്ഷാമം, ഭൂകമ്പം പ്രാപഞ്ചിക ലക്ഷണത്തിലിടണം. ഒരു വൈറ്റ് പേപ്പർ എടുത്ത് 4 കോളമായിട്ട് തിരിച്ച് 4 ടൈറ്റിൽ കൊടുക്കണം. ഇസ്രായേൽ ലക്ഷണങ്ങൾ, ജാതീയ ലക്ഷണങ്ങൾ, സഭാലക്ഷണങ്ങൾ, പ്രാപഞ്ചിക ലക്ഷണങ്ങൾ. എന്നിട്ട് ഈ 3 അധ്യായത്തിൽ കാണുന്ന ഓരോ വാക്കുകളും ഏത് ലക്ഷണങ്ങളിൽ വരുമെന്ന് നമ്മൾ ആ ബോക്സിൽ നിക്ഷേപിക്കുമ്പോഴാണ് വചനം വകതിരിച്ച് പഠിക്കാനുള്ള ഒരവസരം നമുക്കുണ്ടാകുന്നത്. അത് ഞാൻ വിട്ടുതരാം. അപ്പം നമുക്ക് ചിന്തിക്കേണ്ടത് ഇതിൽ ഇസ്രായേൽ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരം. ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് കുറച്ച് മുഖവുരകൾ അങ്ങനെ പോകും. ഇസ്രായേൽ ലക്ഷണം എന്ന് പറഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം എടുക്കണ്ട, അറിയാമല്ലോ. അബ്രഹാമിൻ്റെ പുത്രനായ, ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. അബ്രഹാം മുതൽ ദാവീദ് വരെ 14 തലമുറയുണ്ട്. ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14 തലമുറയുണ്ട്. ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 തലമുറയുണ്ട്. 14 × 3 = 42. അബ്രഹാം മുതൽ പിറകിലോട്ട് ആദാം വരെ 20 തലമുറയുണ്ട്. അപ്പോൾ ആദാം മുതൽ ക്രിസ്തു വരെ എത്ര തലമുറയായി? 62 തലമുറകൾ ഉണ്ട്. അതിൽ മലാക്കി പ്രവചനത്തിന് ശേഷം 400 വർഷത്തെ ചരിത്രം, ഇരുളിൽ ഇത്തിരി വെട്ടങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇരുണ്ട കാലഘട്ടത്തെക്കുറിച്ച് ബൈബിളിൽ ഇല്ല. അത് ഞാൻ ചരിത്രത്തിലൂടെ പറയണം. പിന്നെ യേശുക്രിസ്തുവിൻ്റെ ജനനം, മരണം, അത് വേദപുസ്തകത്തിലുണ്ട്. അതിനുശേഷമുള്ള ഇസ്രായേലിൻ്റെ ചരിത്രങ്ങൾ AD 70 ലോകത്തിൻ്റെ 72 രാജ്യങ്ങളിലേക്ക് യഹൂദൻ ചിതറിപ്പോയി. 135 ഹാദ്രിയൻ കൈസറിൻ്റെ കാലഘട്ടത്തിൽ 115 രാജ്യങ്ങളിലേക്കും അവർ പലായനം ചെയ്തു. 18ാം നൂറ്റാണ്ടുകളിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ അവർ പീഡനങ്ങൾ അനുഭവിക്കുകയും അതാത് രാജ്യങ്ങളിൽ താമസിക്കുകയും ചെയ്തു. ഇസ്താംബുളിൽ ഇരുന്നു കൊണ്ട് ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണം അവസാന കാലഘട്ടങ്ങളിൽ എത്തുമ്പോഴാണ് 1-ാം ലോക മഹായുദ്ധം ഉണ്ടാകുന്നത്. ഒരു ബൈബിൾ പഠനമെന്ന നിലയിൽ പറയുകയാണ്, 1-ാം ലോക മഹായുദ്ധം ഏത് വർഷമാണ് ഉണ്ടായെന്ന് അറിയാമല്ലോ? 1914. 1914 1-ാം ലോക മഹായുദ്ധം ഉണ്ടാകുമെന്ന് ബൈബിളിലുണ്ടോ? അപ്പം നിങ്ങൾ ആരാ പുസ്തകം വായിച്ചില്ല? അതാ അനുഗ്രഹിക്കപ്പെട്ട സർ KE എബ്രഹാം സാറിൻ്റെ മഹൽ പ്രവചനങ്ങൾ എന്നൊരു പുസ്തകം ഞാൻ പരിചയപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൽ അദ്ദേഹം ലേവ്യ പുസ്തകത്തിലെ 5 വാക്യങ്ങൾ എടുത്തുകൊണ്ട് ആ 5 വാക്യങ്ങളുടെ 7 മടങ്ങ് എന്ന മലയാള പദം, നിങ്ങളെനിക്ക് വിരോധമായി നടന്നാൽ ഞാനും നിങ്ങൾക്ക് വിരോധമായി നടക്കും, ഞാൻ നിങ്ങളെ 7 മടങ്ങ് ശിക്ഷിക്കും. 7 മടങ്ങെന്ന് 5 പ്രാവശ്യം അവിടെയുണ്ട്. ലേവ്യ പുസ്തകം 26. 7 മടങ്ങ് എന്നത് 7 ടൈംസ് എന്നാണ്. 7 ടൈംസ് എന്നത് 7 കാലങ്ങൾ എന്നാണ്. 7 കാലങ്ങൾ എന്നത് 7 വർഷങ്ങൾ എന്നാണ്. ഒരു വർഷം യഹൂദന് 360. ചന്ദ്രമാന വർഷമാണ് യഹൂദൻ്റെ വർഷങ്ങൾ. ചന്ദ്രൻ്റെ വൃത്തിക്ഷയങ്ങൾ 14 14 28. പൗർണമവാസി അമാവാസി 28 2 30 × 12 = 360. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വിരോധമായി നടക്കും, 7 മടങ്ങ് ശിക്ഷിക്കുമെന്ന് പറഞ്ഞാൽ
7 വർഷം ഇൻറ്റു 360 2520 ദിവസങ്ങൾ. ഇതൊന്നും കുറിച്ച് വെക്കണമെന്നില്ല. 1914 ഒന്നാം ലോകമഹായുദ്ധം ഉണ്ടാകുന്നതിൻ്റെ കണക്ക് അദ്ദേഹം പറഞ്ഞത് ആവർത്തിക്കുകയാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് 7 മടങ്ങ് ശിക്ഷിക്കുമെന്ന് പറയുമ്പോൾ 2520 ദിവസം ശിക്ഷിക്കുമെന്നാണ്. 2520 ദിവസം എന്നുള്ളത് ദൈവം ഒരാളെ ശിക്ഷിക്കുമ്പോൾ ദിവസങ്ങൾ വർഷങ്ങളാവും. അതല്ലേ കുറച്ച് ദിവസം പോയി നോക്കിച്ചു വന്നു, അത് വർഷങ്ങളാക്കി ദൈവം കൊടുത്തു എന്ന്. എഗസ്കേൽ പ്രവചനം 4-ാം അധ്യായത്തിലാണ് നിങ്ങളുടെ അകൃത്യങ്ങളെ ഞാൻ സംവത്സരങ്ങളായി എണ്ണും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 2520 ദിവസങ്ങൾ യഹൂദനെ ശിക്ഷിക്കും എന്ന ട്രാൻസ്ലേഷൻ 2520 കൊല്ലം നിങ്ങൾ ശിക്ഷിക്കും എന്ന് വ്യാഖ്യാനിക്കപ്പെടണം. അങ്ങനെയെങ്കിൽ യഹൂദൻ ശിക്ഷ അനുഭവിക്കുന്നത് BC 606 ഒന്നാമത്തെ രാജാവ് ആരാ? ശൗൽ. നിങ്ങളല്ലല്ലോ, ശൗൽ. രണ്ടാമത്തെ രാജാവ് സൺഡേ സ്കൂൾ പിള്ളേരല്ലയോ? നാളെ മുതൽ പുറയിലേ ഇരിക്കത്തുള്ളൂ അല്ലേ? മുമ്പിൽ തന്നെ ഇരുന്ന ഒരു കുഴപ്പമില്ല. ശൗൽ കഴിഞ്ഞിട്ട് പിന്നെ ആരാ വരുന്നത്? ദാവീദ്. അത് കഴിഞ്ഞ് ആരാ വരുന്നത്? ശലോമോൻ. ശലോമോൻ കഴിഞ്ഞ രാജ്യം 2ആയി, രഹബയാമും യൊരേബയാമും. വടക്കേ ദേശം, തെക്കേ ദേശം, യഹൂദ, ഇസ്രായേൽ. 204 വർഷവും 300-ലേറെ വർഷവും 2 ഭാഗത്തും ഭരണം നടന്നു. 19 രാജാക്കന്മാർ വീതം 2 ഭാഗത്തും ഭരിച്ചു. അതിൽ 19 38. ശൗൽ, ദാവീദ്, ശലോമോൻ 41. അതല്യ, അതുപോലെ 1-2 സിമ്രി, ശല്ലൂം, ഇവരെയൊന്നും രാജാക്കന്മാരുടെ പട്ടികയിൽ പഠിതാക്കൾ ചേർത്തിട്ടില്ല. അതുകൊണ്ടാണ് 41 രാജാക്കന്മാർ 411 വർഷം എന്ന് പറഞ്ഞത്. ആ ഭരണങ്ങൾ അവസാനിക്കുമ്പോൾ യഹോയാക്കീൻ, സിദക്കിയാവ് 3 രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ 735, 846, 3200 ഒക്കെ ആയിട്ട് 4600 പേരെ ടോട്ടൽ ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. ആ ചരിത്രം നമ്മൾ പഴയ നിയമത്തിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. ആ പിടിച്ചുകൊണ്ടുപോയ വർഷത്തിൻ്റെ കണക്കാണ് BC 606. ആലയമില്ല, പുരോഗതിനില്ല, തകർച്ച നേരിട്ട ഇസ്രായേലിൻ്റെ ചരിത്രം അവിടെ ആരംഭിക്കുന്നു. ഇസ്രായേൽ ദൈവം അവരെ ശിക്ഷിച്ചത് BC 606 ആ ശിക്ഷാ നടപടി 2520 കൊല്ലം കഴിയുമ്പോൾ തീരണം. കടലാസും പെനയും ഇപ്പോഴില്ല, മൊബൈലും കാൽക്കുലേറ്ററും ഉണ്ട്. BC 606 നിന്നും 2520 വർഷം ശിക്ഷാ കാലയളവ് തീരുമ്പോൾ കിട്ടുന്നത് AD 1914. അതുകൊണ്ടാണ് പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധം പോലും ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു എന്ന് പറയും. ഒന്നാം ലോക മഹായുദ്ധം 1918 4 വർഷങ്ങൾക്ക് ശേഷം 11-ാമത്തെ മാസം 11-ാം തീയതി 11 മണിക്ക് യുദ്ധപരിസമാപ്തിയിൽ ഒപ്പുവെക്കപ്പെട്ടു. അന്നാണ് നാഷണൽ സഖ്യം നിലവിൽ വന്നതും ഇസ്രായേൽ എന്ന രാജ്യം അവർക്ക് തിരികെ കിട്ടിയതും. ശേഷം 48 മെയ് 14 സ്വതന്ത്രമായി. 65 മുതലുള്ള യുദ്ധങ്ങൾ. 85 കൊടി ഉയർത്തി. ഇസ്രായേൽ എന്ന ഒറ്റ രാജ്യത്തിൻ്റെ ചുറ്റും കിടക്കുന്ന 21 രാജ്യങ്ങൾ 1068 പരം പ്രാവശ്യം അവരോട് യുദ്ധം ചെയ്തിട്ടുണ്ട്. ഹമാസിൻ്റെ ആക്രമണങ്ങൾ അടക്കം വെസ്റ്റ് ബാങ്കിലും ഗാസാമുനമ്പിലും നടക്കുന്ന ഇന്നത്തെ പശ്ചിമേഷ്യൻ സംഘർഷാവസ്ഥകൾ വരെ ഞാനിങ്ങനെ പറയണം. അത് പറയുമ്പോഴാണ് ഇസ്രായേൽ ലക്ഷണങ്ങൾ ആകുന്നത്. അങ്ങനെയുള്ള ചരിത്രമൊന്നും കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യം കാണത്തില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. രണ്ടാമത് ജാതീയ ലക്ഷണങ്ങളാണ്. അത് ദാനിയേൽ പ്രവചനത്തിൽ രാജാവ് കണ്ട സ്വർണബിംബം അറിയാമല്ലോ. തല എങ്ങനെയാ? തങ്കം, നെഞ്ചും കൈയും വെള്ളി, വയറും അരയും താമ്രം, കാൽ പകുതി ഇരുമ്പ്, കളിമണ്ണ്,
ഒന്നാമത്തെ സാമ്രാജ്യമെന്ന് നമ്മൾ പറയുന്ന ചരിത്രത്തിലെ രണ്ടാമത്തെ സാമ്രാജ്യമാണ് ബാബേൽ. മുൻപ് സാമ്രാജ്യമുണ്ട്, അശ്ശൂർ അഥവാ സിറിയൻ സാമ്രാജ്യം, പ്രബലമല്ലായിരുന്നു. രണ്ടാമത്തെ സാമ്രാജ്യം നമ്മൾ പറയുന്ന മേദ്യരും പാർസികളും, രണ്ട് കരങ്ങൾ ചേർന്നിരിക്കുന്നു. മൂന്നാമത്തെ സാമ്രാജ്യമായ അരിസ്റ്റോട്ടിലിൻ്റെ, പ്ലേറ്റോയുടെ, തത്വജ്ഞാനികളുടെ തറവാടെന്നും ഇതിഹാസ പുരുഷന്മാരുടെ നാടെന്നും യവനായ ഭാഷയും ഗ്രീക്ക് തിയേറ്ററും ലോകത്തിന് സംഭാവന ചെയ്ത ആ യവനായ സാമ്രാജ്യം, മനുഷ്യൻ്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ നീളമുള്ളത് കാലുകൾക്കാണ്. ഏറ്റവും കൂടുതൽ വർഷം ലോകത്തിൽ സാമ്രാജ്യത്വ ഭരണം നിലനിന്നത് റോമൻ സാമ്രാജ്യമാണ്. ഒരു മനുഷ്യന് എത്ര കാലുണ്ട്? 2 കാല്. റോമൻ സാമ്രാജ്യം രണ്ടായിട്ട് പിരിഞ്ഞു, കിഴക്കൻ റോമ, പടിഞ്ഞാറൻ റോമ. 2 കാലിലും കൂടെ എത്ര വിരലുണ്ട്? 10. 10 നാട്ടുരാജാക്കന്മാർ ചേർന്ന് റോമൻ സാമ്രാജ്യം പങ്കിട്ടെടുത്തതോടുകൂടെ ആ സാമ്രാജ്യത്തെ ഭരണം ലോകത്തിൽ അവസാനിച്ചു. കൈതൊടാത്ത കല്ലായി ഇനി യേശുക്രിസ്തു ലോകത്തിലേക്ക് വരണം. ഒറ്റ പ്രതിപക്ഷം പോലുമില്ലാതെ 1000 വർഷം യെരുശലേമിൽ കസരയിട്ട് യേശു ഭരിക്കാൻ പോകുന്ന സഹസ്രാബ്ദ വാഴ്ച വരെ ഞാൻ സാമ്രാജ്യങ്ങളിൽ കൂടെ പറഞ്ഞു വിടുമ്പോഴാണ് ഏത് ലക്ഷണമാകുന്നത്? ജാതീയ ലക്ഷണങ്ങളാകുന്നത്. ഞാൻ ആ കടുങ്കൈക്കൊന്നും മുതിരുന്നില്ല. ഇപ്പം തന്നെ നിങ്ങൾ കാക്ക തലയ്ക്ക് മീതെ പറന്നു പോകുമ്പം വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കുന്നവരെ പോലെ ഇരിക്കുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ഇനി ചരിത്രമെല്ലാം കൂടെ പറഞ്ഞു വന്ന് വെറുതെ നിങ്ങളെ നാരായും വിഴുങ്ങിയവരെ പോലെയും കൂടെ ആക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് കുറച്ച് സജീവമായ ഭാഗത്തൂടെ കടന്നു പോകണം. ഇതെല്ലാം അടുക്കും ചിട്ടയുമായിട്ട് എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പുസ്തകത്തിൻ്റെ കോപ്പി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വളരെ വിഷമിക്കുകയാണ്. 3 എഡിഷൻ വിറ്റുപോയി. എൻ്റെ കാറിൽ 5-6 പുസ്തകങ്ങൾ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങും കൊടുക്കാതെ ഇവിടെ ക്ലാസ് നടക്കുകയാണല്ലോ എന്ന് കരുതി 5-6 അതിനകത്ത് എടുത്തിട്ടതാണ്. 4ാമത്തെ എഡിഷൻ പ്രിൻറ്റിങ് ആരംഭിച്ചിട്ടുണ്ട്. മാർച്ച് മാസത്തിൽ അത് പുറത്തിറങ്ങും. അപ്പോൾ നമുക്ക് 3ാമത്തെ ലക്ഷണത്തിലേക്ക് വരാം. 3ാമത്തെ ലക്ഷണമാണ് സഭാലക്ഷണങ്ങൾ. സഭാലക്ഷണങ്ങൾ എന്ന് പറയുന്ന 2 പാർട്ടാണ്. ഒന്ന്, കൊല്ലാട് സഭയിൽ നടക്കുന്ന ലക്ഷണങ്ങൾ. അതിന് പറയുന്ന പേരാണ് പ്രാദേശിക സഭാലക്ഷണങ്ങൾ. നമ്മുടെ ജീവിതത്തിലൊക്കെ യേശുവിൻ്റെ വരവിന് മുമ്പ് ഉണ്ടാകുന്ന സ്വഭാവങ്ങൾ എന്താണെന്ന് പറയുന്നതാണ് സഭാലക്ഷണങ്ങൾ. മിനിമം ഒരു 30 ലക്ഷണങ്ങൾ ഞാൻ പറയാറുണ്ട്. സഭാലക്ഷണങ്ങൾ പ്രാദേശിക സഭയിൽ നടക്കുന്ന 18 ലക്ഷണങ്ങളും സാർവത്രിക സഭയിൽ നടക്കുന്ന ലോകത്തിൻ്റെ 195 പരം വരുന്ന മുള്ളുകൾക്കിടയിലെ താമര പോലെ നിൽക്കുന്ന സാർവത്രിക നടക്കുന്ന 12 ലക്ഷണങ്ങൾ. 30 ലക്ഷണമെങ്കിലും പറയണ്ടേ? വേണം. നമ്മുടെ ഇന്നത്തെ സ്വഭാവം അനുസരിച്ച് ഒരു 300 ലക്ഷണമുണ്ട്. എന്നാലും ഒരു 30 പറയണം. പുത്തനരിയിൽ കല്ല് കടിക്കണ്ട എന്ന് കരുതി, ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ഒരു ഇറിറ്റേഷൻ വേണ്ടാന്ന് കരുതി ഞാൻ ആ ഭാഗവും വിട്ടുകളയുകയാണ്. ഇനി 4ാമത്തെ ഭാഗമാണ് പ്രാപഞ്ചിക ലക്ഷണങ്ങൾ. അതെന്തുവാ? 2 ഭാഗമാണ്. ഒന്ന്, ആകാശത്തിൽ നടക്കുന്ന ലക്ഷണങ്ങൾ. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, സ്റ്റാർ വാർ, ക്യൂരിയോസിറ്റി, പാത്ത് ഫൈൻഡർ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നത്. പിന്നെ ഭൂമിയിൽ നടക്കുന്ന ലക്ഷണങ്ങൾ. യുദ്ധം, ക്ഷാമം, ഭൂകമ്പം, കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ, മാരക രോഗങ്ങൾ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ. ഒന്നും പറയുന്നില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ആദ്യം എവിടെയാണ് ഇളകുന്നത് നമുക്ക് ബൈബിളിലൂടെ പരിശോധിച്ച് നോക്കാം. ബൈബിൾ തുറക്കാം. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 6ാമത്തെ വാക്യം ഒരാൾ ശബ്ദമുയർത്തി വായിക്കണം. ഹഗ്ഗായി 2:6. വായിച്ചോളൂ. പുസ്തകം മതി. താങ്ക് യു മോളെ. പുസ്തകം ഏതായിരുന്നു? ഹഗ്ഗായി. ആണ്ടെ ചിലർ എപ്പോഴും മറച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു മറിച്ച് ഫിലിപ്പിയ ലേഖനവും കടന്നോ എന്നൊരു സംശയമുണ്ട്. അത് പഴയ നിയമത്തിലാണ് കേട്ടോ. നമ്മൾ ഈ സങ്കീർത്തനം വായിച്ച് കഞ്ഞി കുടിച്ച് കിടക്കാനാണ് പെന്തക്കോസ്തുകാർക്ക് ഇഷ്ടം.
എന്തിനേറെ സഭായോഗത്തിൽ പോലും പറയുന്നത് എന്നെ സന്തോഷിപ്പിച്ച വാക്യം വായിച്ചുകൊണ്ട് ഇരുന്ന് കൊള്ളാം. എന്നിട്ട് എവിടെന്നാണ് വായിക്കുന്നത്? സങ്കീർത്തനം. ഞങ്ങളുടെ സാറ് പറഞ്ഞ വാക്ക് കടമെടുക്കാം. ഉപദേശിമാരുടെ ഉപജീവന മാർഗമാണ് സങ്കീർത്തനം. ദൈവത്തെ ഓർത്ത് അതിൽ കൈവെക്കരുത്. അത് നിങ്ങൾ ഞങ്ങൾക്ക് വിട്ടു തരിക. അത് ഇങ്ങനെ 10-25 വാക്യം വായിച്ചിട്ട് ഇതിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ടെന്നും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല എന്നും പറഞ്ഞ് ജീവിച്ചു പോകുന്നവരാണ് ഞങ്ങൾ. ദൈവത്തെ ഓർത്ത് നിങ്ങൾ എവിടെ കയറി കൈവെക്കരുത്. അതിർത്തികൾ ലംഘിക്കുക. നിങ്ങൾക്ക് ഈ സെഫന്യാവോ ഹഗ്ഗായോ ഏതെങ്കിലും എടുത്തുകൊണ്ട് വന്ന് അതൊക്കെ ആകുമ്പം ഒന്ന് തുറന്ന് എൻ്റെ പുസ്തകം പഴയതല്ല, ഇപ്പോഴും പുതുപുത്തനാണെന്നൊരു ധാരണ വരും. 2 തുമ്മലും തുമ്മി അടച്ചു വെച്ച് പോവുകയും ചെയ്യാം. അപ്പം അതുകൊണ്ട് ഹഗ്ഗായി പറഞ്ഞം കിട്ടിയല്ലോ ഇല്ലേ? ശരി, ഇനി കിട്ടിയില്ലെങ്കിലും വിഷമിക്കേണ്ട. പണ്ട് ആരോ പറഞ്ഞതുപോലെ നിങ്ങളുടെ പുസ്തകം നിങ്ങൾക്ക് തന്നെ ഇന്ന് രാത്രി തന്നു വിടുന്നതായിരിക്കും. അതിനർത്ഥം എവിടെ പോയി വായിക്കാമെന്ന്? വീട്ടിൽ പോയി വായിക്കാമെന്ന്. പുസ്തകത്തിൻ്റെ കാര്യമൊന്നും പറയണ്ട. ഈ പുസ്തകത്തെക്കാളൊക്കെ പ്രാധാന്യം മൊബൈലാണിപ്പം. ഞാൻ ചോദിക്കട്ടെ, ക്ലാസ് കഴിഞ്ഞു, കൊല്ലാട് ജംഗ്ഷനിൽ ചെന്നു, നിങ്ങളുടെ ബൈബിൾ എടുക്കാൻ മറന്നുപോയി, എന്തോ ചെയ്യും? എന്തോ ചെയ്യാനാ? വണ്ടി തിരിച്ചു വിട്. വേണ്ട അച്ഛാ, അതിപ്പോൾ നാളെ അങ്ങ് ചെല്ലുമ്പോൾ എടുക്കാൻ മേലെ. ഇല്ലെങ്കിൽ ഈ ആഴ്ച ബൈബിൾ എടുക്കാൻ മറന്നുപോയെങ്കിൽ അടുത്ത സഭായോഗത്തിന് ചെല്ലുമ്പം എടുക്കാമല്ലോ. ഇതാരെടുത്തുകൊണ്ട് പോകാൻ? അവരവരുടെ പുസ്തകം തന്നെ അവരവർക്ക് വേണ്ട, പിന്നെയാണ് വേറൊരാളുടെ പുസ്തകം. അതാണ് നടക്കുന്ന സത്യം. എന്നാലും കൊല്ലാട് ജംഗ്ഷനിൽ ചെന്നപ്പം സഭായോഗത്തിൽ മൊബൈൽ മറന്നു വെച്ചിട്ടാണ് പോയത്. വണ്ടി വീട്ടിലോട്ട് പോകുമോ തിരിച്ചു വരുമോ? ആ വണ്ടി അവിടെ വിടും. എന്നിട്ടൊരു ആംബുലൻസ് പിടിച്ച് തിരിച്ചൊരു വരവുണ്ട് സൈറൻ മുഴക്കി. ഹോളിൻ്റെ പടി കയറുമ്പോഴേ നെഞ്ചത്തടിച്ചുകൊണ്ട് ചോദിക്കുക, എൻ്റെ മൊബൈലെ കണ്ടോന്ന്. കണ്ടെന്ന് പറഞ്ഞാൽ ബീറ്റ്സ് റെഡിയാവും, ഇല്ലെങ്കിൽ അതോടുകൂടെ പണി തീരുകയും ചെയ്യും. അപ്പം നമുക്ക് ഏതിനോടാണ് ഭയങ്കര താല്പര്യം എന്നൊക്കെ നമുക്ക് മനസ്സിലായല്ലോ. ശരി, ഹഗ്ഗായി എന്ന പ്രവചനം ഉണ്ടെന്നും 2:6 ഉണ്ടെന്നും വിശ്വസിക്കുന്നവർ ഒരു സ്തോത്രം പറഞ്ഞാട്ട്. ഇനി ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. മോളെ ഉറക്കെ വായിക്കാം. നിങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. ഞാൻ സകല ജാതികളെയും ഇളക്കും. ആദ്യം ഇളകുന്ന അവിടെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. ഇനി ഞാൻ കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ആകാശത്ത്. അപ്പം ആദ്യം ഇളകുന്ന അവിടെ ആകാശം, അത് കഴിഞ്ഞ് ഭൂമി, അത് കഴിഞ്ഞ് കടൽ, അത് കഴിഞ്ഞ് കര. ഇപ്പം റൂട്ട് മനസ്സിലായല്ലോ. അപ്പം നമ്മൾ അവിടെ മുതലാണ് ചെയ്തത്. അപ്പം ആദ്യം എവിടെ കയറണം? ആകാശം. 4 കൂടെ ഇളകുന്ന എന്തിനാണാവോ? സകല ജാതികളുടെയും മനോഹര വസ്തു എന്നാണ് മലയാള വേദപുസ്തകത്തിൽ. അത് ശരിയല്ല. സകല ജാതികളുടെയും മനോഹരനായവൻ എന്നാണ് കറക്റ്റ്. എന്തോ വസ്തു എന്തൊട്ടാ മനോഹര വസ്തു. സകല ജാതികളുടെയും മനോഹരനായവൻ വരും. ഏതാ സകല ജാതികളുടെയും മനോഹര വസ്തു? എന്തിനാ ഇളക്കുന്നേ? പണ്ട് പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോഴേ, ഞാനൊന്നും അങ്ങനെ അധികം പഠിച്ച ആളൊന്നുമല്ല. എൻ്റെ ചേച്ചിമാർ ഭയങ്കര പഠിത്തം. ഒരു മോനേ ഉള്ളൂ ഞാൻ, ആണ്. അപ്പം പരീക്ഷയുടെ അന്ന് മാത്രമേ വായിക്കത്തുള്ളൂ. സ്കൂളിൽ ചെല്ലും, ഹിന്ദിയൊക്കെ വലിയ പാരഗ്രാഫിൻ്റെ നടുക്കേന്ന് മേളിലോട്ട് എഴുതി വെക്കും, അവിടുന്ന് താഴോട്ട് എഴുതി വെക്കും, പേജൊക്കെ കുത്തി നിറയ്ക്കും. ചേച്ചിമാർ രാത്രിയിൽ, എൻ്റെ തൊട്ടുമൂത്ത ചേച്ചി 1.5 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ, 2 വയസ്സിൻ്റെ. അവൾ ബക്കറ്റിനകത്ത് വെള്ളം നിറച്ച് 2 കാലും അതിനകത്തോട്ടിട്ട് ഇടയ്ക്ക് കാലിങ്ങനെ വിളവിളാന്നും പറഞ്ഞ് ഇളക്കി ഒക്കെയാണ് അവൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കോരി ഇങ്ങനെ തൂത്ത് ഒക്കെ ഭയങ്കര ഒച്ചയിലൊക്കെയാണ് വായിക്കുന്നത്. ഭയങ്കര രാത്രി ഞാൻ ഒരു കൂർക്കം വലിച്ച് കിടന്നുറങ്ങും. ഇതൊക്കെയാണെങ്കിലും ഞാൻ 10ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അവൾ 10ലുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ചാണ് 10ാം ക്ലാസ്സിൽ പഠിച്ചത്. അവൾ ഡിവിഷൻ മാറി, ഞാൻ ബിയിലും. അവൾ പറഞ്ഞു, അനിയൻ്റെ കൂടെ പഠിക്കാൻ നാണക്കേടായതുകൊണ്ട് ഡിവിഷൻ മാറ്റണമെന്ന് പറഞ്ഞു. എനിക്കതൊരു അന്തസ്സായിട്ട് തോന്നിയെങ്കിലും അവളുടെ ഇഷ്ടത്തിന് സാറ് സമ്മതിച്ചു. അവൾ ഇയിലേക്ക് പോയി, ഞാൻ ബിയിലേക്ക് പോയി. അപ്പോൾ അന്ന് ഈ അമ്മൂമ്മമാർ ഈ പിന്നെ തൈരിനകത്ത് കടകോലിട്ടിളക്കും. അപ്പോൾ ഇവള് പറയും, അമ്മയ്ക്കൊന്നും മിണ്ടാ, പാതിരാത്തിരുന്നുണ്ട്, പഠിച്ചുണ്ട്, കിടന്നുകൂടെ അമ്മയ്ക്ക്. അപ്പം അമ്മ പറയുന്ന വാചകം, മക്കളെ,
ഇതിനകത്ത് മോരുണ്ട്, ഇതിനകത്ത് തൈരുണ്ട്, ഇതിനകത്ത് വില കൂടിയ വെണ്ണയുണ്ട്, വില കുറഞ്ഞ പിശറായി കിടക്കുന്ന വെള്ളവുമുണ്ട്. അമ്മമ്മയ്ക്ക് പണിയില്ലാതെ തരുമെന്നല്ല, നേരം വെളുക്കുമ്പോഴേക്കും നാല് ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കും. 150 ലക്ഷണങ്ങൾ ആകുന്ന കടകോലിട്ട് ദൈവം തമ്പുരാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കി കഴിയുമ്പോൾ പണിയില്ലാതെ ഇളക്കുന്നല്ല, സകല ജാതികളുടെയും മനോഹരനായവൻ ഇവിടെ വരും. ഏതാ സകല ജാതികളുടെയും മനോഹരനായവൻ? വന്യവയോധികനായ ശിമയോൻ യേശു കർത്താവിനെ കയ്യിൽ എടുത്തിട്ട് ആകാശത്തിലേക്ക് നോക്കി ആത്മഗതം എന്ന വണ്ണം ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ നാഥ അടിയനെ സമാധാനത്തോടെ പറഞ്ഞയക്കണം. ഇസ്രായേലിൻ്റെ മഹത്വവും സകല ജാതികൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. യേശു ഭൂമിയിൽ ജനിച്ചു വീണപ്പോൾ പറഞ്ഞ വാക്യം സർവ ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. അതുകൊണ്ട് പണ്ടത്തെ ഭാഷയിൽ കൃഷ്ണൻകുട്ടി സാറിൻ്റെയൊക്കെ ഭാഷയെ പറഞ്ഞാൽ ജാതി, മത, വർഗ, വർണ്ണ, കുലീന, കുലഹീന, ആര്യ, ചണ്ടാല, ശക, ദാസ, ബർബരാതി, വൈകൃതങ്ങൾ ഭേദമന്യേ. ഇനി എൻ്റെ ഭാഷ പറഞ്ഞാൽ ലക്ഷം വീട്ടിൽ കിടക്കുന്നവനും ലക്ഷപ്രഭുവിനും കോടീശ്വരനും ഒരു ഓണക്കൊടി വാങ്ങുവാൻ പണമില്ലാത്തവനും കറുത്തവനും വെളുത്തവനും ഹർത്താൽ അമേരിക്കക്കാരനും ആഫ്രിക്കക്കാരനും തൊഴിലാളിക്കും മുതലാളിക്കും അടിമയ്ക്കും ഉടമയ്ക്കും വിദ്യാസമ്പന്നനും വിദ്യാവിഹീനനും സ്ഥല കുല പരിമിതികൾ വ്യത്യാസമില്ലാതെ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ ഒരു രക്ഷകനായ ദൈവമുണ്ടെങ്കിൽ ഒന്ന് കരങ്ങൾ ചേർത്തടിച്ചിട്ട് പറയണം, അത് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അപ്പം ആ യേശു വരാനാണ് ഇതെല്ലാം ഇളകുന്നത്, മനസ്സിലായില്ലോ? ഇനി അപ്പം ആദ്യം എവിടെ ഇളകും മക്കളെ? നമുക്ക് ആകാശത്തിലേക്കൊന്ന് പോയച്ചു വരാം. ഫ്ലൈറ്റിനകത്തൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എൻ്റെ കൂടെ പോരെ, കുറച്ച് നേരം വെക്ക് ഒന്ന് കറങ്ങിച്ച് പോരാം. കാശും വേണ്ട, ഫ്ലൈറ്റ് ടിക്കറ്റും വേണ്ട, ഒന്നും വേണ്ട. പണ്ട് ഞാനൊന്നും ഫ്ലൈറ്റിൽ കയറിയിട്ടില്ലായിരുന്നു കേട്ടോ. പണ്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞു, എപ്പോൾ നോക്കിയാലും ഓട്ടോ, ഈ ഫ്ലൈറ്റിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വിട്ടുകൂടെ, ഒരു 4 ദിവസത്തേക്കെങ്കിൽ 4 ദിവസത്തേക്ക് ഒന്ന് വിട്ടുകൂടെ എന്നിങ്ങനെ വെറുതെ പരാതി പോലെ ദൈവത്തോട് പറഞ്ഞു. എൻ്റെ പൊന്നെ പറഞ്ഞു കഴിഞ്ഞ് 15-ാം ദിവസം ബഹ്റിൻ നിന്ന് കോള് വരിക, 4 ദിവസത്തേക്ക് ചെല്ലാവുന്നു. ആ 4ൻ്റെ ശാപം 3-4 കൊല്ലം ഉണ്ടായിരുന്നു. എപ്പോൾ വിളിച്ചാലും 4 ദിവസത്തേക്ക്. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പോലും സൂക്ഷിച്ച് വേണം വാക്ക് പറയാൻ. 40 പറയായിരുന്നു. പിന്നെ ഞാൻ പോയാൽ അത് കഴിഞ്ഞ് ഇങ്ങ് പോരുകയും ചെയ്യും കേട്ടോ. അവിടെ കഴിഞ്ഞ മാസം മുമ്പത്തെ ഷാർജ IPSൽ 7 ദിവസം പോയി. ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ഞാൻ പറഞ്ഞത് നമുക്കൊന്ന് കയറിച്ച് വരാം കേട്ടോ. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരാം. ഈ വെളിപ്പാട് എന്നൊക്കെ പറയുമ്പോഴാണ് ആളുകൾക്ക് 2-ാം വരവിൻ്റെ വിഷയം ഏത് പുസ്തകത്തിൽ നിന്നായിരുന്നു? വെളിപ്പാട്. ഒന്നും മനസ്സിലായില്ലെങ്കിലും വെളിപ്പാടിൽ നിന്നാന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കൊരു സുഖം തോന്നും. അതുകൊണ്ട് വെളിപ്പാടിൽ നിന്നായിക്കോട്ടെ. 6-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം, ആകാശ ലക്ഷണങ്ങൾ തുടങ്ങുകയാണേ. ഒന്നുകൂടെ കുറച്ചു അല്ല ബാക്കി 4 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 1 സൂര്യൻ ആദ്യം പറഞ്ഞിരിക്കുന്ന വലിയ ഭൂകമ്പം ഉണ്ടായി. അത് കഴിഞ്ഞ് അപ്പോൾ അത് 1. 2 സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. 2, 3 ചന്ദ്രൻ രക്തതുല്യമായി മാറിപ്പോയി. അടുത്തത് ഈ അത്തിക്കായകൾ പഴുത്തിട്ട് പെരുങ്കാറ്റ് കൊണ്ട് ഉതിർന്ന് താഴെ വീഴുന്ന പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീഴും. ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കാണ്, ഉൽക്കകൾ എന്നാണ് അവിടെ വരേണ്ടത്. നക്ഷത്രങ്ങളൊന്നും ഭൂമി വീണാൽ പിന്നെ ഭൂമി കാണത്തില്ല. അപ്പോൾ 4 കാര്യങ്ങൾ അവിടെയുണ്ട്. അതിൽ 1-ാമത്തെ കാര്യം ഭൂകമ്പമാണ്. അത് ഭൂമി നടക്കുന്ന കാര്യമാണ്. അതങ്ങോട്ട് മാറ്റിവെക്കാം എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് നമുക്ക് വരാം, അങ്ങോട്ട് പോയേച്ച് വരാം. അതുകൊണ്ട് ബാക്കി 3 കാര്യങ്ങൾ ചിന്തിക്കാൻ പോവുകയാണ്. ഏതൊക്കെയാണ് ഇപ്പോൾ ചിന്തിക്കാൻ പോകുന്നത്? യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൻ്റെ 150 ലക്ഷണങ്ങളെ 4ആയിട്ട് തിരിച്ചിട്ട്
ആദ്യം ഇളകുന്നത് ആകാശലക്ഷണങ്ങളായതുകൊണ്ട് പ്രാപഞ്ചിക ലക്ഷണങ്ങളെ രണ്ടായിട്ട് തിരിച്ചിട്ട് ഒന്നാമത്തെ ഭാഗമായ ആകാശത്തിലെ ലക്ഷണങ്ങൾ മാത്രം ഒന്ന് പറയാൻ വേണ്ടി 3 കാര്യങ്ങൾ സെലക്ട് ചെയ്യുന്നു. സമയം കിട്ടിയാൽ സ്റ്റാർ വാറും ക്യൂരിയോസിറ്റിയും ബാത്മനൊക്കെ പിന്നെ പറയും. അപ്പം ഒന്നാമത് സൂര്യൻ എന്തോ ചെയ്തു? കറുത്തു. സജു ചാത്തന്നൂർ സാറ്, തോമസ് മാമൻ സാറ്, പണ്ടത്തെ ഒത്തിരി പ്രഭാഷകരൊക്കെ ഈ വിഷയങ്ങൾ നന്നായി കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. അപ്ഡേറ്റ് ആയിട്ടുള്ള ടെക്നോളജികൾ ഉപയോഗിക്കുന്നതിൽ ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. എന്നാൽ എൻ്റെ ശൈലി ആ ശൈലി അല്ല. അതിൻ്റെ കാരണം 1, എനിക്ക് അത്രയും വിദ്യാഭ്യാസമില്ല. 2, ഞാൻ എൻ്റെ സഭകളിൽ 25 കൊല്ലം പാസ്സായിരുന്നപ്പം പാവം പിടിച്ച സഹോദരന്മാർ എന്നോട് ചോദിച്ചു, എങ്ങനെയാ പാസ്റ്റേ സൂര്യൻ കരിമ്പടം പോലെ കറക്കുന്നതെന്ന്. അതിനകത്തോട്ട് വെള്ളം കോരി ഒഴിച്ചേച്ചാൽ കറക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് അവരോട് പറയാൻ വേണ്ടി കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ച് പഠിച്ചപ്പോൾ ഇത് കൊള്ളാമല്ലോ പറയാൻ എന്ന് തോന്നിയപ്പോൾ ആ ലാംഗ്വേജിലാണ് ഞാൻ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. കടിച്ചാൽ പൊട്ടാത്ത ഒരു പദവും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കുറച്ച് പദങ്ങളൊക്കെ അറിയാം, അതൊക്കെ പരസ്യത്തിനെ പറയാറുള്ളൂ. പരസ്യത്തിന് പറഞ്ഞ് തോറ്റ് തുന്നം പാടിയിരിക്കുക. കാരണം അത് അവർക്ക് മനസ്സിലാവുന്നില്ല, നമുക്ക് മനസ്സിലാകുന്നില്ല. കട്ടിയായ പദങ്ങൾ ഞാൻ ഉപേക്ഷിക്കാൻ 2 കാരണങ്ങളാണ്. 1, എൻ്റെ ശ്രോതാക്കൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്നെനിക്ക് മനസ്സിലായി. 2, ഞാൻ എന്നതായി പറഞ്ഞത് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല എന്നും എനിക്ക് മനസ്സിലായി. അപ്പം ഞാനതങ്ങ് നിർത്തി. പണ്ട് കീഴിലത്ത് ഞാൻ പരസ്യയോഗം നടത്താൻ ചെന്നപ്പം CPIM-ൻ്റെ ഒരു പാർട്ടി ഓഫീസിന് മുമ്പിലാണ് ഒക്കെ ഇറക്കി വെച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, എന്നതാ ഇവിടെ? ഞാൻ പറഞ്ഞു, സുവിശേഷ പരസ്യയോഗം. എടുത്തോണ്ട് പോടാ നിൻ്റെ സൂചന, ഇവിടെ ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞു, അച്ഛാ ഒരു പാട്ട് പാടിക്കോട്ടെ. യഹൂദിയായിലെ അറിയാമോ? അറിയാം. അതേ അറിയാവുള്ളൂ, പാടിക്കളാൻ പോകും. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ പാടി, എവർഗ്രീൻ സോങ്ങിൽ പെട്ടതാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, മതി പൊക്കോ. ഞാൻ പറഞ്ഞു, ഒരു പാട്ടും കൂടെ പാടിക്കോട്ടെ. നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, അറിയാമോ? അറിയാം, അതൊക്കെ അറിയാവുള്ളൂ, എന്നാൽ അതോടെ പാടാൻ പറഞ്ഞു. അപ്പോൾ യഹൂദിയായിലെ പാട്ട് പാടാൻ വേണ്ടി ഞാനൊരു 5 മിനിറ്റ് സുവിശേഷം പറഞ്ഞായിരുന്നു, ഇതൊക്കെ എന്നെ മൂളിക്കാനും സെറ്റ് ചെയ്യാൻ. ഞാൻ പറഞ്ഞു, അടുത്ത പാട്ട് പാടുമ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പാടിയാൽ മതി, അപ്പോഴേക്കും ഞാൻ സുവിശേഷം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അപ്പം ഞാനങ്ങനെ എന്നപ്പം കമ്മ്യൂണിസ്റ്റുകാരൊക്കെ എന്നെ നിരന്നിരിക്കുക. ഞാൻ അവരോട് പറഞ്ഞു, ചോരയെങ്കിൽ ചോര കൊടുത്ത വിപ്ലവത്തെ പാലൂട്ടി വളർത്തുവാൻ രണ്ടാങ്കണത്തിൻ്റെ വീതിയിലിറങ്ങിയ ചെമ്പടയുടെ സമർത്ഥന്മാരായ സാരഥികളെ, നിങ്ങൾക്ക് ഞങ്ങളുടെ അഭിവാദനങ്ങൾ. അപ്പോൾ ഒരു ഉള്ളിൽ നോക്കിച്ചും തലക്കെട്ടഴിച്ചു ആദ്യം എൻ്റെ ഈ ശൈലി കേട്ടപ്പം. ഞാൻ പറഞ്ഞു, തിക്കുവിറ്റതായൊരു സമ്പൂർണ്ണമായ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് അതിന് മുൻപോ പിൻപോ ആർക്കും വിഭാവന ചെയ്യുവാൻ കഴിയാത്ത രണ്ടര സാധാരണ സിദ്ധാന്തത്തെ കീഴ്മേൽ ഇളക്കി മറിച്ചുകൊണ്ട് ഏകശിശന വിപ്ലവത്തിൻ്റെ വിജയകീഷണ ആചാര്യനായ ക്രിസ്തുവിനെയാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. പുള്ളി മടിക്കുത്തഴിച്ചു. ചത്ത ചിന്തകളും ചടങ്ങുകളുമായി ചമ്പറം പടിഞ്ഞത് ചന്തത്തിൽ അന്തമന്ത്രങ്ങൾ ഊർന്ന ചമയങ്ങൾ ഇട്ട് കർമ്മങ്ങൾ ആചരിച്ച് യാഗചിഷ്ടം ഭുജിച്ച് ഭോഗാചാര്യന്മാരായി ഭവിച്ച പുരോഹിതന്മാരെയും അവരെ വെച്ചുള്ള ഭരിപ്പിക്കുന്ന ചൂഷകന്മാരുടെ മുള്ളുവലിയും തകർത്തെറിഞ്ഞ ഏകശേഷന വിപ്ലവത്തിൻ്റെ വിജയകീഷമായ ആചാര്യൻ ക്രിസ്തു ആ പോസ്റ്റയിൽ പുള്ളിയിരുന്നു. ഒരു 10 മിനിറ്റ് ആർ കൃഷ്ണൻകുട്ടി സാറിൻ്റെ പുസ്തകം വായിച്ചു പഠിച്ച മുഴുവൻ സാഹിത്യവും ഞാൻ പുറത്തിറക്കി. അടികളുകമാർ അലകളിലേക്ക് കൊണ്ട് ഞാൻ അടിച്ച പ്രചണ്ഡവാതകത്തെ അമരുക എന്ന അല്പാക്ഷരങ്ങളും ആ വെച്ച് കുറേ, മാ വെച്ച് കുറേ, രാ വെച്ച് കുറേ, അങ്ങനെ അങ്ങോട്ട് അടിച്ച് പിന്നിക്കുക. എല്ലാം കഴിഞ്ഞപ്പം 10 മിനിറ്റ് കൊണ്ട് എൻ്റെ ഗ്യാസ് തീർന്നു. കാണാതെ പഠിച്ചതല്ലയോ. ആളുകൾ കൈയടിച്ച്. ഇയാൾ 2 രൂപയുടെ നോട്ടുമാലയും കൊണ്ട് വന്നേക്കുക. എൻ്റെ കഴുത്തയിലിട്ട് ഒരു സോഡ കുടിക്കുക. ഞാനങ്ങോട്ട് വാനോളം പൊങ്ങി അങ്ങനെ നിൽക്കുക. ലോകം കീഴടക്കിയ സന്തോഷം. തകർത്തൂട്ടോ. ഞാൻ പച്ചരകമേ നിൽക്കുക. ഞങ്ങൾക്ക് ഇപ്പോഴാണൊരു കാര്യം മനസ്സിലായത്. എന്താണ്? ധാരാളം പെന്തിക്കോസുകാർ ഇവിടെ വന്ന് പ്രസംഗിച്ചെങ്കിലും താങ്കൾ പ്രസംഗിച്ചപ്പോഴാണ് ആ സത്യം ഞങ്ങൾക്ക് മനസ്സിലായി. ഞാൻ എന്ത് സത്യം? യേശുക്രിസ്തു കമ്മ്യൂണിസ്റ്റുകാരാണെന്ന്, യേശുക്രിസ്തു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് ഇപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത്. അന്ന് നിർത്തിയതാണ് ഞാൻ ആ പരിപാടി. എൻ്റെ ഈ വാചക കസർത്തിന് പുള്ളിക്ക് ആകെ പിടിയിട്ടത് ആരാണെന്നാ? യേശുക്രിസ്തു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന്. ഞാൻ അവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. എന്നാലും ഇപ്പം
വല്ല കവലയിലൊക്കെ വരുമ്പോൾ ആരും തല്ലാനും കൊല്ലാനൊക്കെ കയറി കുറച്ച് സംസ്കൃതമൊക്കെ പുറത്തോട്ട് എടുത്തിട്ട് അപ്പോൾ അവർ ചോദിക്കും നമ്മൾ സംസ്കൃത പണ്ഡിത ആകെപ്പാടാതെ 4 വരെ അറിയത്തുള്ളൂ. എന്നാലും അതിനൊക്കെ സന്ദർഭോചിതമായിട്ടൊക്കെ ഉപയോഗിക്കും. അപ്പം നമുക്ക് മുന്നോട്ട് വരാം. അതുകൊണ്ട് ഈ ശാസ്ത്രീയ കാര്യങ്ങളൊന്നും പറയാൻ അത്ര വലിയ മിടുക്കൊന്നും എനിക്കില്ല. പക്ഷേ നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ശാസ്ത്രം അഭിനന്ദനം അർഹിക്കുന്നു. പക്ഷേ ശാസ്ത്രത്തെക്കുറിച്ച് പറയുന്ന കവിവചനം പറയാം. ഇന്നത്തെ ശാസ്ത്രം നാളത്തെ അബദ്ധമാകാം. അത് ശരിയാ. ഇന്നത്തെ ശാസ്ത്രം നാളത്തെ അബദ്ധമാകാം. ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞു, അങ്ങ് ഉരുട്ടിക്കൊന്നവനെ. പക്ഷേ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് അതായിരുന്നു ശരി എന്ന് ലോകം സമ്മതിച്ചത്. അതുകൊണ്ട് ശാസ്ത്രീയമായ പല കണ്ടുപിടുത്തങ്ങളും പിൽക്കാലത്ത് തിരുത്തപ്പെട്ടിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ വേദപുസ്തകത്തിൻ്റെ പ്രസക്തി. ബൈബിൾ ആരംഭിക്കുന്ന വചനം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എത്ര ചോദ്യം വേണമെങ്കിലും ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം എന്നാണാവോ? ഉത്തരം ആദിയിലാണ്. രണ്ടാമത്തെ ചോദ്യം ആരാണാവോ? ഉത്തരം ദൈവമാണ്. മൂന്നാമത്തെ ചോദ്യം എന്താണാവോ? ഉത്തരം ആകാശവും ഭൂമിയുമാണ്. നാലാമത്തെ ചോദ്യം എങ്ങനെയാണാവോ? ഉത്തരം ബാം തിയറിയല്ല, പൊട്ടിത്തെറിച്ചതല്ല, ദൈവം ഉണ്ടാക്കിയതാണ്. ലോകത്തിൻ്റെ 4 കോണിൽ നിന്ന് ഉയരുന്ന കോടിക്കണക്കിന് ചോദ്യങ്ങൾക്ക് ദൈവവിശ്വാസീയമായ വായടപ്പിച്ച മറുപടി ആദ്യത്തെ വാചകത്തിൽ കൊടുത്ത വേദപുസ്തകത്തിൻ്റെ ആധികാരികതയ്ക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 300 പേജ് പിന്നിടുമ്പോൾ 312 പ്രാവശ്യമാണ് ഡാർവിൻ്റെ സിദ്ധാന്തത്തിൽ ഒരു പദമുള്ളത്. അനുമാനിക്കാം, ഊഹിക്കാം, അങ്ങനെയാകാം, അതായിരിക്കാം ശരി. 1100 പരം അധ്യായം പിന്നിടുമ്പോൾ ഒറ്റ പ്രാവശ്യം പോലും ദൈവം ഊഹിച്ചിട്ടില്ല, അനുമാനിച്ചിട്ടില്ല. യേശുക്രിസ്തു ആധികാരികമായി പറഞ്ഞു, സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു. ബൈബിൾ അവസാനിക്കുമ്പോൾ പറഞ്ഞ വാക്കറിയാമോ? ആമേൻ എന്ന് പറഞ്ഞാൽ ഇതിലെഴുതിയ ഒറ്റ വാക്ക് പോലും ഒരു കാലത്തും ഞങ്ങൾ തിരുത്തുകയില്ല എന്നാണ്. ദൈവവിശ്വാസീയ ഗ്രന്ഥം ദൈവം നമുക്ക് തന്നല്ലോ, അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമുക്ക് അറിയാവുന്ന പരിമിതി വെച്ചിട്ട് സൂര്യനിലേക്കൊന്ന് പോകാം. സൂര്യൻ എവിടാ സൂര്യൻ നിൽക്കുന്നതെന്ന് പറ. ഞാൻ തന്നെ പറയാമല്ലേ, എല്ലാവർക്കും അറിയാവുന്ന 9,30,00,000 മൈൽ അകലത്തിലാണ് സൂര്യൻ നിൽക്കുന്നതെന്ന് ഒരു കാലത്ത് ശാസ്ത്രം പറഞ്ഞിരുന്നു. ശാസ്ത്രം തിരുത്തി. ഇപ്പോൾ പറയുന്നത് 15 കോടി മൈൽ അകലത്തിലാണ് ആര് നിൽക്കുന്നത്? സൂര്യൻ. ഇനി കൃത്യമായിട്ട് വേണോ പറയാം. 14,95,97,917 മൈൽ ദൂരം. 14,95,97,917 മൈൽ ദൂരത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. സൂര്യൻ്റെ അന്തർഭാഗത്ത് 4 കോടി ഡിഗ്രി ചൂടുണ്ട്. എത്ര? 4 കോടി. അതിൻ്റെ ഉപരിതലത്തിൽ 12,000 ഡിഗ്രി ചൂടുണ്ട്. സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന തീജ്വാലയുടെ നീളം 25,000 കിലോമീറ്റർ നീളമാണ്. കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറുപറ്റം വരെ 750 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ എന്ത് അത്ഭുതമല്ലേ! ഇത്രയും കൃത്യമായിട്ട് ഉപദേശി പറയുമ്പം നാട്ടുകാർക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഓ ഇയാൾ വർത്താനം കേട്ട ഇയാൾ ആനപ്പുറത്ത് പാപ്പാൻ കയറിയിരിക്കുന്ന പോലെ സൂര്യൻ്റെ പുറത്ത് തെർമോമീറ്ററുമായിട്ട് കയറിയിരുന്ന് കൃത്യമായിട്ട് അളന്ന് തിട്ടപ്പെടുത്തി വന്നതുപോലെ ഉണ്ടല്ലോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ശാസ്ത്രജ്ഞന്മാർ പൊതു അറിവിലേക്കായി പറഞ്ഞു വിട്ട കാര്യങ്ങൾ നമ്മൾ വായിച്ചു പഠിച്ചിട്ട് പറയുന്നതാണ്, അല്ലാണ്ട് നമ്മളാരും അവിടെ പോയിട്ടൊന്നുമില്ല. ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യനെക്കുറിച്ച് ലോകം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തി എന്നുള്ളതാണ് നിങ്ങൾക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നുന്നത്. പക്ഷേ എൻ്റെ അത്ഭുതം എന്താ?
ദൈവം ഭൂമിയിൽ കാലുകുത്തി നടന്നു. അതാണ് ഇതിനേക്കാൾ വലിയ അത്ഭുതമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ സൂര്യൻ്റെ അന്തർഭാഗത്തുള്ള 4 കോടി ഡിഗ്രി ചൂട്, മൂന്നാമത്തെ ഭാഗമാണ് CME, അവിടെ നിന്നാണ് ചൂടൊക്കെ വരുന്നത്. പിന്നെ 12,000 ഡിഗ്രി ചൂട്, 25,000 കിലോമീറ്റർ നീളം, 15 കോടി മൈൽ അകലം ദൂരം. ഇനി ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് ചൂടുണ്ടാകുന്നത്. ഈ സൂര്യനിൽ ഒരു സെക്കൻഡിൽ 60 ടൺ ഭാരം വീതമാണ്, 60 ലക്ഷം ടൺ ഭാരം വീതമാണ് കത്തി തീർന്നുകൊണ്ടിരിക്കുന്നത്. എന്തുവാ കത്തുന്നത്? ഹൈഡ്രജൻ എന്ന് പറയുന്ന വാതകമാണ് കത്തുന്നത്. അത് കത്തിയാൽ ഉണ്ടാകുന്ന വേസ്റ്റാണ് ഹീലിയം എന്ന് പറയുന്നത്. എത്ര ചൂടിലാണ് കത്തുന്നതെന്നറിയാമോ? സെക്കൻഡിൽ 1.5 കോടി സെൻറ്റിഗ്രേഡ്, സെക്കൻഡിലല്ല 1.5 കോടി സെൻറ്റിഗ്രേഡിലാണ് ഈ ഹൈഡ്രജൻ എന്ന് പറയുന്ന വാതകം ഹീലിയമായി കത്തുന്നത്. വെള്ളം തിളയ്ക്കാൻ എത്ര ഡിഗ്രി വേണം? കണ്ടോ? അപ്പോൾ 1.5 കോടി ഡിഗ്രിയിലാണ് ഈ സംഭവം നടക്കുന്നത്, ഹൈഡ്രജൻ ഹീലിയമായി മാറുന്നത്. അങ്ങനെ മാറുന്നത് 700 കോടി വർഷങ്ങളായി ഇത് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ചോദ്യം നമുക്കുണ്ടാവും, 6000 കൊല്ലമല്ലേ ആയിട്ടുള്ളൂ ഇതൊക്കെ ഉണ്ടായിട്ട് എന്നൊരു ചോദ്യം ഉണ്ടാവും. അല്ല, അതൊക്കെ നമ്മൾ പഠിപ്പിച്ച ആദിയിൽ ദൈവം, അടുത്ത വാക്യം പറഞ്ഞ്, ഭൂമി പാഴായും അതിനിടയിലുള്ള തിയറി അറിയാമോ? അതായത് ഇവിടെ ആകെപ്പാടെ 6000 വർഷമേ ആയിട്ടുള്ളൂ മനുഷ്യനുണ്ടായിട്ട്, സൂര്യചന്ദ്രന്മാരുണ്ടായിട്ടെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര തെറ്റാണ്. പുരാതന പട്ടണങ്ങളുടെ അവശിഷ്ടങ്ങൾ ആളുകൾ കണ്ടെടുക്കുന്നുണ്ട്. കോടിക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ദിനോസറിൻ്റെ ഫോസിലുകൾ ആളുകൾ കണ്ടെടുക്കുന്നുണ്ട്. അതൊക്കെ കോടിക്കണക്കിന് വർഷമാണ്. നമ്മുടെ മോഹൻജാതര ഹാരപ്പ സംസ്കാരം 4500 5500 അപ്പോൾ ആകപ്പാടെ ഇവിടെ 6000 കൊല്ലമേ ആയിട്ടുള്ളത് പറഞ്ഞാൽ അത് മണ്ടത്തരമാണ്. പിന്നെ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ ഉൽപ്പത്തി പുസ്തകം 1:2 ഭൂമി പാഴായും പാഴും ശൂന്യവും എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിതിലെ പോകുമ്പം ഒരു വസ്തുവിൽ ഒന്നും കാണുന്നില്ല, അപ്പുറത്തൊക്കെ GT1 105 ഉണ്ട്, ഈ വസ്തുവിൽ ഒന്നുമില്ല. അടുത്ത വർഷം വന്നപ്പോൾ അവിടെ തൈ വെച്ചിട്ടുണ്ട്, അതിനർത്ഥം അത് ശൂന്യമായിരുന്നു എന്നാണ്, പാഴല്ല. എന്നാൽ കൊല്ലങ്ങളായി ഒരു സ്ഥലത്ത് ഒന്നും വെച്ചിട്ടില്ലെങ്കിൽ അതെന്താണ്? പാഴും ശൂന്യവുമാണ്, ഒന്നും വെക്കാൻ ഒക്കത്തില്ല. ഈ പാഴും ശൂന്യവുമാണോ ദൈവം നല്ലതെന്ന് കണ്ടത്? അല്ല. 1-ാം അധ്യായത്തിൽ ഭൂമി എവിടാ കിടക്കുന്നത്? വെള്ളത്തിന് അടിയിലാണ് കിടക്കുന്നത്. കാരണം വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ എന്ന് പറഞ്ഞു, വെള്ളം ഒരു സ്ഥലത്ത് കൂടി എത്ര സ്ഥലമാണ്? 79% വെള്ളമാണ്, 21% കരഭൂമി. ഉണങ്ങിയ നിലത്തിന് ദൈവം എന്ത് പേരിട്ടു? ഭൂമി എന്ന് പേരിട്ടു. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ ഭൂമി എവിടെ കിടക്കുന്നത്? വെള്ളത്തിന് അടിയിൽ. വെള്ളത്തിന് അടിയിലാണോ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത്? അല്ല. 136-ാം സങ്കീർത്തനം, ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവന് അവൻ്റെ ദയ. അപ്പം എവിടെ ആയിരുന്നു ഭൂമി? എപ്പോഴാണ് താഴോട്ട് വന്നേ? അതാണ് 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിനും 2-ാമത്തെ വാക്യത്തിനും ഇടയിൽ 4 തിയറികളുണ്ട്. യാം തിയറി, ഗ്യാപ് തിയറി, തിരമാലുള്ള സിദ്ധാന്തം, ദിവസങ്ങളെ 1000 സംവത്സരങ്ങളാക്കാണെന്ന യഹോവയുടെ ദിവസങ്ങൾ. അതൊന്നും പറയാനിവിടെ നേരമില്ല, നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഈ സൂര്യനിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരുന്നാൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്നാണെന്നറിയാമോ? ഇനി ഹൈഡ്രജൻ എന്ന് പറയുന്ന വാതകം അങ്ങനെ കത്തിത്തീരത്തില്ലയോ? അത് കത്തിത്തീരും. അത് കത്തിത്തീരുന്ന സമയത്ത്, തീരാറാകുമ്പോൾ, നമ്മളുടെ പഴഞ്ചൊല്ല് പറയും, അണയാൻ പോകുന്ന വിളക്ക് ആളിക്കത്തും. അതാണ് ചിലപ്പോഴൊക്കെ ഇപ്പം സൂര്യതാപം വർദ്ധിക്കുക. എന്താ കാര്യം? നമ്മളെ മലയാളികളല്ലേ ഇവിടെ 35-40 ഡിഗ്രി 45 കടന്നു. ഗൾഫ് രാജ്യങ്ങളുടെ ചൂട് എത്രയാണോ അത്രയുമാണ് ഇപ്പം നാട്ടിലേക്ക് വരുന്നത്. കേരളത്തിൽ ഏറ്റവും
തണുപ്പുള്ള പ്രദേശം ഏതെന്നറിയാമോ? റെക്കോർഡ് കിടക്കുന്ന പീരുമേടാണ്. പിന്നെ വാഗമണ്, ഇടുക്കിയൊക്കെ ഉണ്ട്. പണ്ട് കാലത്ത് ഇടുക്കി, വയനാട് ചെന്നാൽ ഫാനില്ല. എൻ്റെ മൂത്ത മകൾ സുവിശേഷ വേലയാണ്, വയനാടാണ്. അവർക്ക് ഇപ്പം ചെല്ലുമ്പോൾ, ഞാൻ 5 കൊല്ലം മുമ്പ് ചെല്ലുമ്പോൾ ഫാനില്ല, ഇപ്പം ഫാൻ മേടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം എന്തായി മാറിയിരിക്കുന്നു? താപം, ആഗോള താപനം എന്ന ഒരു സംഭവം ഇവിടെ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്നാ നടക്കുന്നതെന്ന് ഞാൻ പറയാം, പുറകെ ഞാൻ പറയാം എങ്ങനെയാണ് സൂര്യപ്രകാശം വരുന്നത്. അപ്പോൾ ഈ സൂര്യൻ നടക്കുന്ന ഈ ഹൈഡ്രജൻ എന്ന വാതകം തീർന്നു കഴിഞ്ഞാൽ ഇത് ചുരുങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കെട്ടുപോകുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് അണു സംയോജനം, ന്യൂക്ലിയർ ഫ്യൂഷൻ, മറ്റ് ഗ്രഹങ്ങളെ ആകർഷിക്കാൻ തുടങ്ങും. അങ്ങനെ സൂര്യൻ വ്യാഴത്തെ ആകർഷിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ആകർഷിക്കുമ്പോൾ ഇത് ചുരുങ്ങി ഇല്ലാതാകും. ആ ഇല്ലാതാകുന്നതിന് വേദപുസ്തകം പറയുന്ന പേരാണ് സൂര്യൻ കരിമ്പടം പോലെ കറക്കും. ഈ ഹൈഡ്രജൻ കത്തി ഹീലിയമായി മാറുമ്പം അതിൻ്റെ വേസ്റ്റ് കിടക്കുമ്പോഴാണ് സൂര്യനിൽ കറുത്ത പാടുകൾ ഉണ്ടാകുന്നത്. സൺസ്പോട്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ സൂര്യനിൽ കളങ്കമുണ്ടാകുന്നതാണ്. സൂര്യനെല്ലാം കളങ്കം ഉണ്ടാകുന്നതാണല്ലേ. സൂര്യൻ്റെ ഉപരിതലത്തിലെ ഊഷ്മാവ് ചില സമയത്ത് വെറും 4000 ഡിഗ്രി ആയിട്ട് കുറയും. 12000 ഡിഗ്രി എന്നുള്ളത് വെറും 4000 ആയിട്ട് കുറയുമ്പോൾ ഇരുൾ മൂടിയതുപോലെ ഉണ്ടാകും. അതിന് പറയുന്ന പേരാണ് സൺസ്പോട്ട് അല്ലെങ്കിൽ സൂര്യകളങ്കം. വേദപുസ്തകത്തിലുണ്ട്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം വായിച്ച് സൂര്യനിൽ കണ്ടോ? ബാധ തട്ടി. നമുക്കിപ്പോൾ നമ്മുടെ സഭയിൽ ആർക്കെങ്കിലും ബാധ ഉണ്ടായെന്ന് പറഞ്ഞാൽ മനസ്സിലാവാം. സൂര്യനിലാരാ ബാധ തട്ടുന്നത്? ഇതാണ് സംഭവം. 1947 ഏപ്രിൽ മാസം 8-ാം തീയതി ആണെന്നാണ് എൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ 7 ആയിരിക്കും. 1,86,000 ചതുരശ്ര മീറ്ററിൽ സൂര്യനിൽ കറുത്ത പാടുകളുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് സൂര്യകളങ്കം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കാണുന്ന ഈ സൂര്യൻ ശാശ്വതമായി നിൽക്കുന്ന ഒരു സംഭവമല്ലെന്നും ഇത് കത്തി ഇവിടെ ചുരുങ്ങി മാറിപ്പോകേണ്ടതാണെന്നും വേദപുസ്തകം പറയുന്നത് കൃത്യമായി ശാസ്ത്രം സമ്മതിക്കുന്നു. അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാരായ വാൽസിയോട്, എഡ്സി തുടങ്ങിയിട്ടുള്ളവർ സൂര്യൻ ഇവിടെ കാണില്ല എന്ന് വ്യക്തമായി പറഞ്ഞ അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാരാണ്. ഇത്രയുമൊക്കെ ഞാൻ പറയുമ്പോൾ നമ്മളെന്ത് മനസ്സിലാക്കണം? സൂര്യൻ ഇവിടെ ഇല്ലെങ്കിൽ നമ്മുടെ സ്ഥിതി എന്താ? പറ. സൂര്യൻ ഇവിടെ ഇല്ലെങ്കിൽ നമ്മുടെ സ്ഥിതി എന്താ? ഈ സൂര്യനേക്കാൾ 100 മടങ്ങ് വലിപ്പമുള്ള സൂര്യനുണ്ട്. പേര് ആർക്കിയോൺ. 1,86,000 മൈൽ വേഗത്തിൽ സൂര്യപ്രകാശം സഞ്ചരിച്ചിട്ടും ആർക്കിയോൺ എന്ന സൂര്യൻ്റെ പ്രകാശകിരണങ്ങൾ ഇതുവരെ ഭൂമിയിൽ വന്ന് പതിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ എവിടാ നിൽക്കുന്നത്? എത്ര ദൂരത്താ നിൽക്കുന്നത്? എടുക്കപ്പെടുമെന്നൊരു പദമില്ലേ ബൈബിളിൽ? ഞാൻ പിന്നെ പറഞ്ഞോളാം എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ. എന്നാ ദൂരമാ നിൽക്കുന്നത്? അപ്പോൾ സൂര്യനില്ലാത്ത ഒരു കാലം ഉണ്ടാകുമോ? സൂര്യനെക്കുറിച്ച് നമ്മുടെ പെന്തിക്കോസിലെ ഉപദേശിമാർ പണ്ട് പറഞ്ഞ കാര്യം അറിയാമോ? സൂര്യന് അയനമുണ്ട്. അപ്പോൾ ശാസ്ത്രം പറഞ്ഞു പെന്തിക്കോസിലെ ഉപദേശിമാരാ ബോധം വെളിവും കാണത്തില്ല. പണ്ട് നോഹയെ നാട്ടുകാരെ കളിയാക്കിയത് വേദവിഹാരം കവിതയിൽ മഹാകവി KV സൈമൺ സാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1-2 സ്ക്രൂ ഇവന് അഴഞ്ഞിട്ടുണ്ട്. എണ്ണ തേച്ച് കുളി 2-3 ഭംഗിയായി ചെയ്തിടുകിൽ കുറേയൊക്കെ മാറുമേ ചെറുപറ പറച്ചിലും പറയലും. മനുഷ്യനായാൽ മണ്ടയിൽ തലച്ചോറ് വേണ്ടേ, വല്ല കുണ്ടാവണ്ടിയും ഒപ്പിച്ചിടുമെന്നാണ് ഇയാൾ എന്നൊക്കെ പറഞ്ഞ് നോഹയാളുകൾ കളിയാക്കി. ഇതുപോലെ നമ്മുടെ ആളുകളെയും കളിയാക്കിയിട്ടുണ്ട്. സൂര്യന് അയനമുണ്ടെന്ന് പറഞ്ഞപ്പം നാട്ടുകാരെ വിശ്വസിച്ചില്ല.
ഇപ്പം വിശ്വസിച്ചു. ഇപ്പം പറയുന്ന സൂര്യന് 2 വിധത്തിൽ അയനമുണ്ടെന്നാണ്. നമ്മുടെ ഉപദേശിമാർ അയനമുണ്ടെന്ന് പറയാൻ കാര്യം എന്താണെന്നറിയാമോ? 19-ാം സങ്കീർത്തനം ചുമ്മാ പറഞ്ഞു നോക്കിക്കേ. ആകാശം എന്തുവാ വാക്യം തന്നെയാണോ പറഞ്ഞേ? വാക്യമാണോ പറഞ്ഞേ? നിർത്തിച്ച് പോവാനാണോ പറഞ്ഞേ? ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകലിൽ വാക്ക് ഒഴിക്കുന്നു. രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനില്ല. ഭൂമിയുടെ ഒരറ്റത്തുനിന്നെ ഉദയം മറുവറ്റം വരെ, അടുത്ത വാക്കാണ് നമുക്ക് വേണ്ടിയത്, അയനവുമാകുന്നു. സർക്യൂട്ട് എന്നാണ് അത്. മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യം. വീരനെപ്പോലെ തന്നെ ഓട്ടമിടുവാൻ സന്തോഷിക്കുന്നു. അവിടെ അവൻ സൂര്യന് കൂടാരം അടിച്ചിരിക്കുന്നു. 2 വാക്കുകൾ ഹൈലൈറ്റ് ചെയ്യാം. ഒന്ന് സർക്യൂട്ട്, 2 എന്താണ് ഓട്ടം. ഈ 2 വാക്ക് വെച്ചിട്ട് നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞത് സൂര്യന് അയനമുണ്ടെന്നാണ്. അന്ന് നാട്ടുകാർ വിശ്വസിച്ചില്ല. ഇപ്പം പറയുന്ന സൂര്യന് അയനമുണ്ട് 2 വിധത്തിൽ. ഒന്ന്, ഭൂമിയെപ്പോലെ സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്നു. ഒന്ന് കറങ്ങി വരാൻ 28 ദിവസമെടുക്കും. 2, സൂര്യൻ ചന്ദ്രൻ, സൗരയൂഥ കുടുംബത്തിലെ പേരാണ് കേട്ടോ. സൂര്യൻ, ചന്ദ്രൻ, ബാക്കി പറ, ശുക്രൻ, പിന്നെ വ്യാഴം, ശനി പറയാനെന്താ മടി? വെള്ളിയും ഞായറും പറയരുത്, കാരണം അത് 2ഉം നമ്മൾ പെന്തിക്കോസുകാരെടുത്തു. ബാക്കിയെല്ലാം അതിനകത്തുണ്ട്. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയും ഞായറാഴ്ച ആരാധനയും, ബാക്കി എല്ലാവർക്കും വിട്ടുകൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഇത് നെപ്റ്റ്യൂൺ യൂറൊക്കെ പോകും. ഇത് ഒരു സെക്കൻഡിൽ 12 മൈൽ വേഗത്തിൽ എങ്ങോട്ട് പോകുന്നു? സൗരയൂഥം 12 മൈൽ വേഗത്തിൽ എങ്ങോട്ടാ പോകുന്നേന്ന്? വടക്കോട്ട്. ഏതാ വടക്ക്? ജോയി പാറയ്ക്കൽ പാസ്റ്റർ വീട് അവിടെ അങ്കമാലി. വടക്കാണല്ലേ? നിങ്ങളുടെ വിചാരം ഞങ്ങൾ വടക്കാണ്. ഞങ്ങൾ പറയും മലബാറാ വടക്ക്, അവർ പറയും മംഗലാപുരമാണ് വടക്ക്, അവർ പറയും വടക്കേ ഇന്ത്യയാണ് വടക്ക്. സത്യം പറ, വടക്കെന്നും പറഞ്ഞൊരു സ്ഥലമുണ്ടോ? കിഴക്കെന്നും പറഞ്ഞൊരു സ്ഥലമുണ്ടോ? ഇപ്പം ഈ കൊല്ലാടിൻ്റെ കിഴക്ക് സ്ഥലം ഏതാ? പറ, അടുത്ത സിറ്റി പറ. കിഴക്ക്, ഇതിന് കിഴക്ക്. ആൻ്റെ കിഴക്കും വടക്കും അറിയാൻ മേലാത്ത കുറേ എണ്ണം ഇരിക്കുന്നു. ഇതിൻ്റെ കിഴക്കുള്ള സ്ഥലം പറ മക്കളെ. എവിടെ? പുതുപ്പള്ളി. നമ്മൾ പറയും ഇതിൻ്റെ കിഴക്കാണ് എന്തോന്ന്? പുതുപ്പള്ളി. പുതുപ്പള്ളിയുടെ കിഴക്ക് എന്താണെന്നറിയാമോ? മണർകാട് നിരിക്കട്ടെ, മണർകാട് വരെയും പുതുപ്പള്ളി ഞങ്ങളുടെ എവിടാ? പടിഞ്ഞാറാണ്. അപ്പം നമ്മൾ എവിടെ നിൽക്കുന്നോ അതിന് കിഴക്കും പടിഞ്ഞാറും അല്ലാതെ പ്രത്യേകിച്ചൊരു സ്ഥലം ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഏറെ തെക്കോട്ട് പോകരുത്, വടക്കു വശത്തെത്തും. കേട്ടിട്ടുണ്ടോ? ഏറെ തെക്കോട്ട് പോകരുത്, എവിടെ എത്തും? വടക്കു വശത്തെത്തും. കാരണം ഇതെങ്ങനെ ഇരിക്കുക? ഉരുണ്ടിരിക്കുന്നത് കൊണ്ടാണെന്ന്. അപ്പം ഇത് ഈ സൗരയൂഥം എങ്ങോട്ടാണ് പോകുന്നേ? വടക്കോട്ട് പോവുകയാണ്. ഈ വടക്ക് എന്തുവാന്നറിയാമോ? വടക്കെന്തുവാ മക്കളെ? വടക്കെന്തുവാ? മക്കൾ പഠിച്ചോളണം. വടക്കാണ് സ്വർഗം. വടക്കാണ് മംഗലാപുരം. വടക്കല്ല. നാരായണൻ പിള്ള സാറ് ഭൂപടം തൂക്കിയിട്ടിട്ട് ചൂരവടി കൊണ്ട് മുകളിലോട്ട് ചൂണ്ടി കാണിക്കും. ഉത്തര ധ്രുവം, അതാണ് വടക്ക്. ആകാശത്തിൽ നക്ഷത്രങ്ങൾ ഇല്ലാത്ത, ക്ഷീരപഥങ്ങളില്ലാത്ത, മിൽക്കി വേ, ഒരു നക്ഷത്ര കുഞ്ഞു പോലും ഇല്ലാത്തൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേരാണ് നോർത്തേൺ നെബൂള. വർഷങ്ങൾക്ക് മുമ്പ് വാനനിരീക്ഷണ ശാസ്ത്രം നോർത്തേൺ നെബൂളയിൽ കണ്ട 3 പ്രത്യേകതകൾ പറയാം. ഒന്ന്, ഞാൻ കേട്ടതാണ് കേട്ടോ, പ്രസംഗരൊക്കെ പറഞ്ഞു കേട്ടതാ. അത് തെറ്റാണെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റാ, പക്ഷെ അത് ശരിയാണെങ്കിൽ ഞാൻ പറഞ്ഞു ശരി. അത്രയും പറയാനൊക്കെ, ഞാൻ വായിച്ചതല്ല കേട്ടത്. ഒന്ന്, ഏതോ ഒരു കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള പ്രവേശന കവാടം പോലെ, ഒരു കമാനം പോലെ ഞങ്ങൾക്ക് തോന്നുന്നു ആകാശത്തിൻ്റെ വടക്ക് ഭാഗത്ത്. 2,
സ്ഫടികം പോലെ കിടക്കുന്ന ഒരു ജലാശയം പോലെ ഞങ്ങൾക്ക് തോന്നുന്നു. 3, ഇന്ന് വരെ ആർക്കും അലക്കി വെളുപ്പിക്കുവാൻ കഴിയാത്തൊരു വെണ്മ ഞങ്ങൾ അവിടെ കാണുന്നു. ഇതെന്താണെന്നറിയാൻ ലോകത്തിലുള്ള മതഗ്രന്ഥങ്ങൾ പഠിച്ച അനന്തരം വേദപുസ്തകം അവർ പഠിക്കാൻ ആരംഭിച്ചു. ബൈബിൾ പഠിച്ചപ്പോൾ 2 വാക്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. 1, പഴയ നിയമത്തിനകത്ത് ഒരു വാക്യമുണ്ട്, അവൻ ആകാശത്തിൽ മാളികകളെ പണിയുന്നു. പുതിയ നിയമത്തിൽ യോഹന്നാന്റെ സുവിശേഷം 14, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. എന്നിട്ട് ശാസ്ത്രലോകം ചോദിച്ച ചോദ്യം, ആകാശത്തിൻ്റെ നോർത്തെ നെബൂളയിൽ ഈ കാണുന്ന പ്രത്യേകതകൾ ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥമായ വേദപുസ്തകത്തിനകത്ത് അവരുടെ ദൈവമായ യേശുക്രിസ്തു പണിയാമെന്ന് പറഞ്ഞ സ്വർഗരാജ്യമായിരിക്കുമോ അത് എന്ന് ചോദിച്ചുകൊണ്ട് അനേക സയൻറ്റിസ്റ്റുകൾ വേദപുസ്തകത്തിൻ്റെ ദൈവവിശ്വാസീയത അംഗീകരിക്കുകയും യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുകയും ചെയ്തു. പള്ളിക്കൂടത്തിൻ്റെ പടിവാതിൽ കണ്ടിട്ടില്ലാത്ത ദിദിമോസ് എന്ന തോമസിനോട് യേശു പറഞ്ഞു, തോമാച്ചായ, കാണാതെ വിശ്വസിച്ചവൻ ഭാഗ്യവാൻ. ഇന്ന് രാത്രി പറയട്ടെ, 1349 ഗ്രാം തൂക്കമുള്ള തലച്ചോറ് കൊണ്ട് കോടികൾ മുടക്കി ഒരു ദൈവരാജ്യമുണ്ടെന്ന് അന്വേഷിച്ച് ഗതികെട്ട ബുദ്ധിമാന്മാർ അംഗീകരിക്കേണ്ടി വരുമ്പോൾ ഈ പുസ്തകം വിശ്വസിച്ചതിൻ്റെ പേരിൽ അങ്ങനൊരു രാജ്യമുണ്ടെന്ന് തമ്പുരാൻ ഉറപ്പിച്ചു തന്ന ഉറപ്പിനായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വടക്കാണ് സ്വർഗം. തെളിവുകൾ. ഭൂമി എങ്ങോട്ട് ചെരിഞ്ഞിരിക്കുന്നു? പറഞ്ഞേ, ഭൂമി എങ്ങോട്ട് ചെരിഞ്ഞിരിക്കുന്നു? പിള്ളേരോടാ, നിങ്ങളിപ്പോൾ എങ്ങോട്ടാണ് ചെരിഞ്ഞിരിക്കുന്നത് എന്ന് ചോദിക്കല്ലേ. വടക്കോട്ടാണ് മക്കളെ ഭൂമി ചെരിഞ്ഞിരിക്കുന്നത്. വടക്കോട്ട് കൃത്യമായൊരു ഡിഗ്രി ചെരിഞ്ഞിരിക്കാൻ കാര്യം എന്താ? ആ ഡിഗ്രി ഒരല്പവും കൂടെ ചെരിഞ്ഞു പോയിരുന്നെങ്കിൽ ഭൂമി തണുത്തുറഞ്ഞു കിടക്കുന്ന ചൊവ്വാഗ്രഹം പോലെ ആയേനെ. ഇത്രയും ഭൂമി ചെരിഞ്ഞില്ലായിരുന്നെങ്കിൽ തിളച്ചു മറിയുന്ന ശുക്രനെ പോലെ ആയേനെ. അതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഈ ഭൂമിയിലെ പൊടി കൊണ്ടാണ് ആരെ ഉണ്ടാക്കിയത്? അപ്പം അതിൻ്റെ അർത്ഥം എന്താ? കണ്ടമാനം തിളച്ച് മറിയരുത്. ഇത്ര നേരം ഒരു സ്വത്രം പറയാതെ തണുത്തുറഞ്ഞ് ചൊവ്വ പോലെ ഇരിക്കുക ചെയ്യരുത്. ദൈവമായി എനിക്കിങ്ങനെയൊന്നും പറഞ്ഞാൽ തൃപ്തിയില്ല. ഞാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് അങ്ങനെ മിണ്ടാതിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര വെടിക്കെട്ട് ഒച്ച പറഞ്ഞ ആളാണ്. ബൈബിളിലേക്ക് വരാം. നടക്കരുത്, നിൽക്കരുത്, ഇരിക്കരുത്. അപ്പോൾ ഓടണമല്ലേ? യോശുവ, വലത്തോട്ട് മാറരുത്, ഇടത്തോട്ട് മാറരുത്. ദാവീദും ശലോമോനും, കുതിരയെപ്പോലെ ആകരുത്, കോവർ കഴുതയെപ്പോലെ ആകരുത്. ദാരിദ്ര്യം എനിക്ക് വേണ്ട, സമ്പത്ത് എനിക്ക് വേണ്ട. കണ്ടോ, ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് കുറേ ബഹളങ്ങളും ഒച്ചപ്പാടൊന്നുമല്ല. അത് ബാലൻസ്ഡ് ചെയ്ത ജീവിതമാണ്. അതുകൊണ്ടാണ് ഭൂമിയിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ന് രാത്രി കൊല്ലാട് ഭൂമിയിൽ കമന്ന് കിടന്നിട്ട് പറ, നീ എന്തിനാ ചെരിഞ്ഞിരിക്കുന്നേ? ഉത്തരം, എന്നെ സൃഷ്ടിച്ചവൻ വടക്കിരിക്കുന്നത് കൊണ്ട് ഞാൻ ആ വടക്കുന്നാഥനെ നമസ്കരിക്കുകയാണ്, കുമ്പിടുകയാണ്. ആരാധന എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമോ? അറിയാം. കൃതജ്ഞത നിറഞ്ഞു കവിയുന്നതാണ് ആരാധന. അറിഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള ബഹിർഗമനമാണ് ആരാധന. ഹൃദയം ദൈവത്തോട് മാത്രം ഇടപെടുന്നതാണ് ആരാധന. 3 പറഞ്ഞാലും 4 മറക്കരുത്. സൃഷ്ടിതാവിൻ്റെ മുൻപിൽ സൃഷ്ടി നടത്തുന്ന സാഷ്ടാംഗ പ്രണാമമാണ് ആരാധന. അതുകൊണ്ട് ഈ ആളുകളോട് ആരാധിക്കാൻ പറ, കൈയടിക്കാൻ പറ, സ്തോത്രം പറയാൻ പറ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. അതുകൊണ്ടാണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്. ഈ പാസൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് റബ്ബർ ബാൻഡ് വലിച്ചു വിടുന്ന പോലെ ചിരിച്ചോണ്ട് പറ, ഇന്ന് ദൈവം തന്നെ അനുഗ്രഹിക്കും. അങ്ങനെ പറയാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, ഞാനെങ്ങും പറയുകയില്ല. പണ്ട് കാലത്ത് ഈ സോഡയുണ്ട്, ഗോലിയുള്ള സോഡ, ഒട്ടിക്കുന്നത്, ഭയങ്കര സ്ട്രോങ്ങാണ്. ആ സോഡയൊക്കെ കുടിച്ചും ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? കൊമളെ
പൊങ്ങി വരൂ, കൊമളെ പൊങ്ങി വരൂ. പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. അത് ക്വാളിറ്റിയുള്ള സാധനമാണെന്നേ. അത് കുടിച്ചത് ശരിയാണെങ്കിൽ ഏതിലെങ്കിലും കൂടെ അത് കൊമള പൊങ്ങി വരും. അകത്ത് ദൈവം തമ്പുരാൻ്റെ സാന്നിധ്യമുള്ളവർ, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നവർ, അവരോട് ആരും പറയേണ്ട കാര്യമില്ല, അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. വടക്കാണോ സ്വർഗം? ആണെന്നേ. പണ്ട് കാലത്ത് വാച്ച് നോക്കിയാണോ സമയം പറഞ്ഞിരുന്നേ? അല്ല, നിഴൽ. കടലിൽ പോകുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ഒരു യന്ത്രമുണ്ട്, നിങ്ങൾക്കെല്ലാം കേട്ടിട്ടുണ്ടോ? വടക്ക് നോക്കി യന്ത്രം. ഞാനൊരിക്കൽ ഗുജറാത്തിലെ പോർബന്തറിൽ നിന്ന് 35 രൂപ കൊടുത്ത് ഈ സാധനം മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, വടക്ക് നോക്കി യന്ത്രത്തിൻ്റെ കാന്തസൂചികൾ ഉത്തര ധ്രുവത്തിലെ നക്ഷത്രങ്ങൾക്ക് അഭിമുഖമായി മാത്രമേ സ്ഥിതി ചെയ്യത്തുള്ളൂ. എന്നുവെച്ചാ സഹോദരി, 35 രൂപ കൊടുത്താൽ കിട്ടുന്ന വടക്ക് നോക്കി യന്ത്രത്തിൻ്റെ കാന്തസൂചിക്ക് പോലും അറിയാം കാന്തൻ എവിടെയായിരിക്കുന്നത്. ഇവിടുത്തെ ക്രിസ്ത്യാനിക്ക് പോലും അറിയില്ല. അവൻ പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പം കിഴക്കോട്ട് തിരിയും. അപ്പോൾ ആരാണ്ട് പടിഞ്ഞാട്ട് തിരിയിരിക്കുന്നു, അപ്പോൾ അവൻ നേരെ പടിഞ്ഞാട്ട് തിരിയും. ഒടുവിൽ ലൈറ്റ് ഹൗസ് തിരിയുന്ന പോലെ 4 ഭാഗത്ത് തിരിഞ്ഞു വരുമ്പോഴേക്കും കർത്തൃ പ്രാർത്ഥന തീരുകയും ചെയ്യും. അതുകൊണ്ട് തിരിയാണെങ്കിൽ എങ്ങോട്ട് തിരിയണം? വടക്കോട്ട് തിരിയണം. ഇനി നമുക്ക് ബൈബിളിലേക്ക് വരാം. ഇതൊക്കെ ബൈബിളിലുണ്ടോ പാസ്റ്റേ? വടക്കാണ് സ്വർഗമെന്ന് ഉണ്ടെന്നേ. യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിലേക്ക് വരാം. അവിടെ ലൂസിഫർ പറഞ്ഞ വാക്യത്തിലേക്ക് വരാം. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ, ഒന്നും വായിക്കേണ്ട, സമയം നമ്മളെ കാത്തു നിൽക്കുന്നില്ല. മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ നക്ഷത്രങ്ങൾക്ക് മീതെ കയറും, കൂടുവെക്കും. അടുത്ത വാക്ക് പറ. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ ഇരുന്നരുളും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. അപ്പം എന്താ അവിടുത്തെ ഏത് ദിക്ക? ഉത്തരദിക്ക്. അതന്വേഷിച്ചിട്ട് കിട്ടിയില്ലായിരിക്കും. ശരി. സങ്കീർത്തനം 48:2. അതൊന്ന് എടുക്കണ്ടെന്നേ, അതൊക്കെ ഉണ്ടെന്നേ. ഇങ്ങോട്ട് നോക്കിയിരിക്കും. മഹാരാജാവിൻ്റെ നഗരമായി. കണ്ടോ യെശയ്യാ പറഞ്ഞപ്പം ശവക്കോട്ടെ കുരിശിരിക്കുന്ന പോലെ ഇരുന്ന പാർട്ടികളാണ്. സങ്കീർത്തനം വന്നപ്പം തൃശ്ശൂർ പൂരപ്പറമ്പിൽ ഒച്ചയാണ്. അതാ പറഞ്ഞ ഈ സങ്കീർത്തനമല്ല ഇവരെ കൈവച്ചിരിക്കുന്നു പറഞ്ഞു. മഹാരാജാവിൻ്റെ നഗരമായി, ഉത്തരഗിരിയായ സിയോൻ പർവ്വതം, ഉയരം കൊണ്ട് മനോഹരവും ഉത്തരഗിരി. 75-ാമത്തെ സങ്കീർത്തനം 6, 7, 8 വാക്യങ്ങൾ. കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നല്ല. അപ്പം പിന്നെന്താ വടക്ക് പറയാത്ത? വടക്ക് പറഞ്ഞിട്ടുണ്ട്, അതാ വാക്യം. ദൈവം ന്യായാധിപതിയാകുന്നു, അതാ വടക്ക. മനസ്സിലായോ? ഇനി ഇയ്യോബിൻ്റെ പുസ്തകം യഹസ്കേൽ പ്രവചനം. വടക്ക് നിന്ന് സ്വർണശോഭ പോലെ തീ വരുന്നു. ഈ വാക്യങ്ങളെല്ലാം ചേർത്ത് വെക്കുമ്പം നമ്മുടെ വടക്കുനാഥൻ എവിടെ ഇരിക്കുന്നു? സ്വർഗത്തിലിരിക്കുന്നു. അവിടേക്കാണ് സൂര്യ കുടുംബം പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അവിടെ അവൻ സൂര്യൻ്റെ കൂടാരം അടിച്ചിരിക്കുന്നു. നമുക്ക് സൂര്യൻ്റെ പഠനം അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒരു ചോദ്യം പാസ്റ്ററേ അല്ലെങ്കിൽ ഉപദേശി, സൂര്യൻ ഇവിടെ ഇല്ലാതായാൽ നമ്മളെന്തോ ചെയ്യും? ഉത്തരം, ഈ സൂര്യനേക്കാൾ 100 മടങ്ങ് വലിപ്പമുള്ള സൂര്യനെന്ന് ഞാൻ പറഞ്ഞു. സൗരയൂഥങ്ങൾ വേറെയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാനൊരു സൂര്യനെ പരിചയപ്പെടുത്താം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന് 375 പേരുകൾ ബൈബിളിലുണ്ട്. 3, 7, 5. അതിൽ ഒരു പേര് പറ. മലാക്കി പ്രവചനം 4-ാം അധ്യായം. എന്നാൽ രോഗോപശാന്തിയോടുകൂടെ നീതിസൂര്യനായി കർത്താവ് ലോകത്തിൽ ഉദിക്കും. ഞാനാണ് ലോകത്തിൻ്റെ വെളിച്ചം എന്ന് പറഞ്ഞ യേശുവിനെ രാത്രിയിൽ അറസ്റ്റ് ചെയ്ത് 5-6 കോടതിയിൽ വിസ്തരിച്ച് സ്വന്തം തോളിൽ തലചാച്ചു മരിച്ച് അരിമത്യക്കാരൻ യോസേഫിൻ്റെ കല്ലിൽ അടക്കം ചെയ്തപ്പം ലോകം വിചാരിച്ചു ഈ വെളിച്ചം കെട്ടുപോയി എന്ന്. പക്ഷേ കല്ലറയുടെ കവാടബന്ധിത മഹാശിലാ പ്രതിബന്ധത്തെ തകർത്തുകൊണ്ട്
റോമൻ സാമ്രാജ്യത്തിൻ്റെ അധികാര പ്രതീകമായ മുദ്രയെ പൊളിച്ചുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ വിധിപ്രകാരം പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ ന്യായപ്രമാണ വിധിയെ കടമുഴക്കിക്കൊണ്ട് ചരിത്രത്തിൽ ഇതപര്യന്തമായി യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. യേശു പറഞ്ഞ വാചകം, ഇരുളിന് വെളിച്ചത്തെ പിടിച്ചടക്കുവാൻ കഴിയുകയില്ല. യേശുക്രിസ്തു പോയത് മുൾക്കിരീടം ധരിച്ചുകൊണ്ടാണ്. എന്നാൽ പൊൻകിരീടം ധരിച്ചുകൊണ്ട് യേശു വരാൻ പോവുകയാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ, ഈ ട്യൂബ് ലൈറ്റിൻ്റെ വെട്ടം ഇന്ന് രാത്രിയുടെ ആവശ്യമുണ്ട്. കൊല്ലാട് ജംഗ്ഷനിൽ ചെന്നാൽ, കോട്ടയം നഗരസഭയിൽ ചെന്നാൽ 10,000-കണക്കിന് വാട്ട്സുള്ള ഹാലജൻ ബൾബുകൾ തെളിഞ്ഞു കിടക്കുന്നത് കാണാം. നാളെ നേരം വെളുത്തു, 10 മണിയായി. ലൈൻമാൻ അത് ഓഫ് ചെയ്യാൻ മറന്നുപോയി. ആ വെട്ടം കണ്ടുകൊണ്ട് ആരെങ്കിലും വണ്ടി ഓടിക്കാറുണ്ടോ? ഇല്ല. അത് കണ്ടുകൊണ്ട് ആരെങ്കിലും ഫുട്പാത്തിൽ കൂടെ നടക്കാറുണ്ടോ? ഇല്ല. ആ വെട്ടം ആവശ്യമാണോ? ആണ്. എപ്പോൾ? ഒറിജിനൽ സൂര്യൻ വരുന്നതുവരെ ഡ്യൂപ്ലിക്കേറ്റ് സൂര്യൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു, ഈ സൂര്യൻ ഒറിജിനൽ സൂര്യന് വഴിമാറും. ശരിയായ സൂര്യൻ വന്നു കഴിയുമ്പോൾ ഈ സൂര്യൻ കട്ടയും പടവും മടക്കി കളം വിട്ടൊഴിയും. 1000 കോടി സൂര്യപ്രഭയോടുകൂടി യേശുക്രിസ്തു എന്ന നീതി സൂര്യൻ ഇവിടെ രാജ്യം ഭരിക്കുവാനായി തിരികെ വരും. അതിൻ്റെ ലക്ഷണമാണ് മക്കളെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സൂര്യൻ എന്തോ ചെയ്യും? കരിമ്പടം പോലെ കറക്കും. കറക്കുമോ? കറക്കും. രണ്ടാമത്തെ കാര്യം എന്താ? ചന്ദ്രൻ രക്തതുല്യമായി മാറിപ്പോകും. ഞാൻ കുറച്ചും കൂടെ സൂര്യനെ കുറിച്ച് പറഞ്ഞ ചന്ദ്രനും പറയാൻ പറ്റില്ല, നക്ഷത്രം പറയാൻ പറ്റില്ല. നമുക്കത് പറയാം. ചന്ദ്രൻ എവിടെ നിൽക്കുന്നത്? 3.25 അല്ലേ? അത്രയും ലക്ഷം കിലോമീറ്റർ. ചന്ദ്രനെ കുറിച്ച് അധികം പഠിക്കാനൊന്നും ഇല്ലെന്നേ. എന്താ കാര്യം? ഉള്ള പഠനമെല്ലാം ആരെക്കുറിച്ചാ? ചന്ദ്രനെ കുറിച്ചാണ്. അടുത്ത് നിൽക്കുന്ന നക്ഷത്രമായതുകൊണ്ട് ഭയങ്കര പഠനമാണ്. പഠിച്ചപ്പോൾ പിള്ളേരതൊന്നും വിശ്വസിക്കുന്നില്ല. ചന്ദ്രനിലെ ആളുകൾ പോയി എന്നുള്ളത് പോലും ഇപ്പോൾ പിള്ളേർ വിശ്വസിക്കുന്നില്ല. അവർ പറയുന്നത് ഏതാണ്ട് സഹാറ മരുഭൂമിയിൽ കൊണ്ടുവന്ന് കൊടി കുത്തിയേച്ചാണ് വന്നിരിക്കുന്നത്. കൊടി ആടുന്നുണ്ടെന്ന് അവർ പറയുന്നത്. പിള്ളേരെ പറ്റിക്കാനൊക്കത്തില്ല. പറ്റിക്കാനൊക്കുമോ? നിങ്ങളെ പറ്റിക്കാനൊക്കുമോ? കാലം പോയ പോക്കല്ലേ. ഒരു പട്ടിയുടെ പടം അപ്പൻ മകൻ്റെ കയ്യിൽ കൊടുത്തു. ഒരു ഡസൻ സ്കെച്ച് പേനയും കളർ ചെയ്തുകൊണ്ട് വാടാ. അവൻ കളർ ചെയ്തുകൊണ്ട് വന്നപ്പോൾ അപ്പം പറയടാ, മരമാക്രി, പൊട്ട, കുരങ്ങേ, ഇതെന്നാ പട്ടിയാടാ? അതെന്നാ? പച്ചപ്പട്ടിയോ, നീലപ്പട്ടിയോ, റോസ് പട്ടിയോ? എടാ, ഒന്നുകിൽ കറുപ്പ്, ഇല്ലെങ്കിൽ വെളുപ്പ്, ഇല്ലെങ്കിൽ ബ്രൗൺ കളർ. എടാ, ഈ 12 സ്കെച്ച് പേനയുടെ പട്ടി, അങ്ങനെ പച്ചപ്പട്ടി ഉണ്ടോടാ കുരങ്ങേ? കുറേ ആളുകളിരിക്കുക. അവൻ കൂളായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. അവൻ പറഞ്ഞു, ഈ പേരൊന്നും എനിക്കിപ്പോൾ ചോദിക്കുകയില്ല, പപ്പയ്ക്കാ ചേരുന്നത്. അവൻ പറഞ്ഞു, അതെന്നാ പപ്പ? ഇത് കേരളത്തിലെ പട്ടിയല്ല പപ്പ, ഇത് നോർത്ത് ഇന്ത്യയിൽ ഹോളി ആഘോഷം കഴിഞ്ഞ് വരുന്ന പട്ടിയാണ്. ആർക്കാ വട്ടെന്ന് പറ. അപ്പോൾ പിള്ളേരൊന്നും പറ്റിക്കാനൊക്കെയില്ല. അവരിപ്പോൾ നമ്മളെക്കാളൊക്കെ അപ്ഡേറ്റാണ് അല്ലേ? ഈ മൊബൈലിനകത്തൊന്ന് വാട്സാപ്പിൽ തോണ്ടാനൊക്കെ അല്ലാണ്ട് കഞ്ഞി കുടിച്ചോ ചായ കുടിച്ചോ പറയാനല്ല നമുക്കെന്നെ അറിയാം. പക്ഷേ ഈ പിള്ളേരെ കൊടുത്ത് അതിൻ്റെ പരിപ്പെടുത്ത് കൈത്തരും. എന്തെങ്കിലുമൊക്കെ മെയിൻ്റെനൻസ് വേണമെങ്കിൽ ഞാൻ കൊടുത്തേച്ചാൽ മതി, അവരതൊക്കെ ശരിയാക്കി തരും. എൻ്റെ ഗൂഗിൾ പേയുടെ പിൻ നമ്പർ പോയിട്ട് 2 ആഴ്ചയായി. അതുണ്ടാക്കാൻ അറിയാൻ മേലാത്തതുകൊണ്ട് പിള്ളേരെ ഉണ്ടാക്കി തരാൻ വേണ്ടി നോക്കിയിരിക്കും. ഇനി നിലമ്പൂർ ചെന്നിട്ട് വേണം ശരിയാക്കാൻ. എനിക്കൊക്കെ അറിയാൻ മേല. സ്വത്രം. പിന്നെ ഒരു ഗുണം, ഇങ്ങോട്ട് വരുന്ന കാശെല്ലാം ബാങ്ക് സ്വീകരിക്കുന്നുണ്ട്, അങ്ങോട്ടൊന്നും കൊടുക്കേണ്ടി വരുന്നില്ല. അതിനായിട്ട് ദൈവത്തിന് സ്വത്രം.
അപ്പം ചന്ദ്രൻ്റെ പ്രശ്നം എന്നറിയാമോ? ചന്ദ്രൻ സ്വയമായി പ്രകാശം നൽകുന്ന ഗോളമല്ല. സൂര്യൻ്റെ പ്രകാശം സ്വീകരിക്കുക, റിഫ്ലക്ഷൻ നൽകുക, പ്രതിബിംബം, അത്രയേ ഉള്ളൂ. അപ്പം തന്നെ കാര്യം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഈ സൂര്യനില്ലെങ്കിൽ ആരില്ല, അതാണ്. ചന്ദ്രനിൽ താമസിക്കാൻ 1468 പേര് കാശ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതോടെ പറയാം. നിങ്ങളെയൊക്കെ കണ്ടിട്ട് ചില കാശും പുത്തനും ഉള്ള ആളുകളാണെന്നാണ് തോന്നുന്നത്. നിങ്ങളാരെങ്കിലും UK യും ഓസ്ട്രേലിയയും കാനഡയും ന്യൂസിലൻഡും കടന്ന് ചന്ദ്രനിലെങ്ങാനും അഡ്വാൻസ് കൊടുത്തവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിലൊരു ശുഭവാർത്ത, സന്തോഷമുള്ള വാർത്തയാണ്. കൊടുത്ത കാശ് സരിതയുടെ സോളാറിലിട്ടു എന്ന് വിചാരിച്ചാൽ മതി. ഒറ്റ ഒരുത്തനും അവിടെ പോകത്തില്ല. നമ്മളീ കൊടുക്കേണ്ട സ്ഥലത്തൊന്നും കൊടുക്കാതെ തിരിച്ച് കിട്ടുകയില്ലാത്ത ബ്ലേഡിലാണല്ലോ മിക്കവാറും കൊണ്ടുവന്ന് ഇടുന്നത്. അതുകൊണ്ട് പറഞ്ഞതാ. അട്ടെ, സൂര്യനും ചന്ദ്രനും ഇല്ലാതാകും. ചന്ദ്രനിലൊക്കെ ഈ ബ്ലഡ് മൂണൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പം സൂര്യൻ ഇല്ലാതായ ചന്ദ്രനില്ല. അപ്പോൾ അവിടെ എന്തോ സംഭവിക്കുമെന്ന് പറയണ്ടേ? അത് പറയാം. ഇപ്പം ഞാൻ പ്രസംഗം നിർത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിവിടെ ഇരിക്കുമോ? ഇല്ല. അച്ഛൻ കുർബാന നിർത്തിയാൽ കപ്പ്യാർ ധൂപക്കുറ്റി വീശി നിൽക്കണോ? വേണ്ട. ആനയും അമ്പാരിയും പാഞ്ചാരിമേളവും പടിയിറങ്ങിയാൽ നമ്മൾ പിന്നെ ബലൂണും വീർപ്പിച്ച് പൂരപ്പറമ്പികൾ നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? മണവാളനും മണവാട്ടിയും വീട്ടിലെത്തിയാൽ ഐസ്ക്രീമും തോട്ടി തിന്നു നടക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ സൂര്യനും ചന്ദ്രനും പോയാൽ പിന്നെ നമ്മളെന്തിനാണ് ഇവിടെ നിൽക്കണത്? അത് പറയാൻ പോവുക. സൂര്യൻ ചന്ദ്രനും ഉണ്ടായത് എപ്പോഴാണെന്നറിയാമോ? പകൽ വാഴുവാൻ വലിയ വെളിച്ചത്തെയും രാത്രി വാഴുവാൻ ചെറിയ വെളിച്ചത്തെയും. അപ്പം സൂര്യൻ, അവ നിങ്ങൾക്ക് കാലങ്ങൾ, ദിവസങ്ങൾ, വേനൽ, മഴ, ശീതം, ഉഷ്ണം, വിത, കൊയ്ത്ത്, ഇത് തിരിച്ചറിയാനാണ് നിങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. സൂര്യനെയും ചന്ദ്രനെയും ഉണ്ടാക്കിയിട്ട് അമ്പലക്കാളകളൊക്കെ വിട്ടേക്കുകയല്ല, ഒരു കാലഗണനയുടെ കീഴിൽ കൃത്യമായി വച്ചിരിക്കുക. 104 സങ്കീർത്തനം 19 വാക്യം. സൂര്യൻ തൻ്റെ അസ്തമാനത്തെ അറിയുന്നു, ചന്ദ്രനെ അവന് കാല നിർണയത്തിനായി നിയമിച്ചു. സൂര്യനും ചന്ദ്രനും ഇല്ലാതായാൽ കാലങ്ങൾ ഉണ്ടാവില്ല. കാലങ്ങൾ ഉണ്ടാകത്തില്ലെന്നൊരു സൂചന പഴയ നിയമത്തിൻ്റെ വെളിപ്പാട് പുസ്തകം, ലോകത്തിൻ്റെ പഞ്ചാംഗം എന്നറിയപ്പെടുന്ന ദാനിയേൽ പ്രവചനത്തിനകത്തുണ്ട്. കേൾക്കാറുണ്ടോ? ആരെങ്കിലും മരിച്ച് പെട്ടി അങ്ങോട്ട് തള്ളി വെക്കുമ്പം ഒരു വാക്ക് പറയും നമ്മൾ. എന്താ പറയുന്നേ? ഇപ്പോഴോ ദാനിയേലേ, ബാക്കി പറ, പോയിക്കൊള്ളുക അടുത്തത്. അതെങ്ങനെയാ പറയുന്നത്? ഇങ്ങോട്ട് പെട്ടിയും കൊണ്ട് വരുമ്പോഴേ നോക്കി വെച്ചേച്ചാ പോന്നിരിക്കുന്നത്. എന്തോന്ന്? ഒരു പാക്കറ്റിനകത്ത് 2 ബണ്ണും ഒരു പഴവും ഒരു വടയും 2 കറക്റ്റ് 2 ബിസ്ക്കറ്റും 2 പാക്കറ്റ് കിട്ടും കേട്ടോ. നാളെ കണ്ട് ഒരാൾ ശവസംസ്കാരം കഴിഞ്ഞ് പോയപ്പോൾ 4 പാക്കറ്റ്. അപ്പോൾ ഇതിൻ്റെ 4 പാക്കറ്റ് ഞാനേ വന്നുള്ളൂ, 3 പേര് വീട്ടിലുണ്ടെന്ന് ഉണ്ടോ? അപ്പം ഇത് കഴിയുമ്പം ഇത് തിന്നാനുള്ള ധൃതിക്ക് ഈ പറയുന്ന ആരും കേൾക്കത്തില്ലെന്നേ. കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. ഉൽപ്പത്തിയിൽ കാലങ്ങൾ സൃഷ്ടിക്കുകയാണ്. പഴയമത്തിൽ കാലങ്ങൾക്ക് അവസാനമുണ്ടാകുമെന്ന സൂചന തരികയാണ്. പുതിയ മത്തിലേക്ക് വരാം. കാലത്തിൻ്റെ തികവെങ്കിൽ കർത്താവ് ജനിച്ചു. യോഹന്നാന് പ്രസംഗം അറിയാമോ? കാലം തികഞ്ഞു. അവൻ തടവിലായപ്പോൾ യേശുവിൻ്റെ പ്രസംഗം അറിയാമോ? കാലം തികഞ്ഞു. മത്തായി 24:3 വായിച്ചത്. ലോകാവസാനം. മാനവജാതിയോട് സംസാരിക്കുവാനുള്ള ദൈവത്തിൻ്റെ ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി കാലങ്ങൾ ഉണ്ടാവുകയില്ല. ഇനി സൂര്യൻ്റെ പ്രകാശം ആവശ്യമില്ല. ഇനി ചന്ദ്രൻ്റെ പ്രകാശം ആവശ്യമില്ല. കുഞ്ഞാടാണ് അവിടുത്തെ വിളക്ക്. യേശു സൂര്യനും ചന്ദ്രനുമായ ആളുകൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞെന്നറിയാമോ?
മണവാളനും മണവാട്ടിയും പോലെ സൂര്യനും ചന്ദ്രനും. അപ്പം നമ്മുടെ മണവാളൻ ആരാ? അരുണോദയം പോലെ ശോഭയുള്ള മണവാട്ടി ആരാ? നമ്മൾ രണ്ടും കൂടെ സ്വർഗത്തിൽ ചെല്ലുമ്പം പൂരപ്പറമ്പ് കണക്കെ പ്രകാശപൂരിതമായിരിക്കുമെന്നാണ്. അതുകൊണ്ടാണ് ഭക്തൻ പാടിയത്, നീതിസൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തയാൽ എൻ്റെ ഇരുൾ നിറം എന്തു ചെയ്യും? വെളുത്തോര് പറഞ്ഞില്ലെങ്കിലും കറുത്തോരെങ്കിലും പറ, ഇരുൾ നിറം മാറിയിടുമേ എന്നല്ലേ പറയുന്നത്. അപ്പൊ സൂര്യനും ചന്ദ്രനും ഇല്ലെങ്കിൽ ഇവിടെ എന്തില്ല? ഇപ്പൊ ഇന്ന് രാത്രി യോഗം തീരാൻ പോവുക കേട്ടോ, തീരാൻ പോവുക. അപ്പൊ നമ്മളെന്തോ പറഞ്ഞു പോകും ഇവിടെ ഇറങ്ങുമ്പം, നമ്മളെന്തോ പറയും? ഗുഡ് നൈറ്റ്. നിങ്ങളെന്തോ പറയും? പെണ്ണുങ്ങൾ ചേച്ചി പോവുക, ബാക്കി നാളെ പറയാം. രണ്ടു കൂട്ടരും രണ്ട് ഇതിലാണ് പറഞ്ഞു പോകുന്നത്. എന്തോ ഈ ഗുഡ് നൈറ്റ് പറയുന്നത്? 9 മണി ആയതുകൊണ്ടാണോ? അല്ലെന്നേ, സൂര്യനില്ലാത്തതുകൊണ്ടാണ്. വീട്ടിൽ ചെന്നിട്ട് 10 മണിക്ക് ഗുഡ് നൈറ്റ് അയക്കൂലേ? 11 മണിക്ക് ഗുഡ് നൈറ്റ് അയക്കൂലേ? അയക്കും. 12 കഴിഞ്ഞിട്ടും ഗുഡ് നൈറ്റ് എന്ന് അയച്ചും അത് തിരുത്തുന്നവരും ഉണ്ട്. അപ്പോൾ എന്താ? സൂര്യനില്ലാത്തതുകൊണ്ടാണ്. അമേരിക്കയിൽ ഓരോ സ്റ്റേറ്റിലും 1.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാത്രി പടിഞ്ഞാറൻ കടലിൽ ചെഞ്ചായം പൂശി സന്ധ്യമയക്കം തന്ന് മൺമറഞ്ഞു പോയ സൂര്യൻ നാളെ കിഴക്ക് കീറി വെള്ളം ഉദിച്ച് വന്നില്ലെങ്കിൽ എന്തോ ചെയ്യും? പറ. അയാളുടെ ചിലക്കൊരു ലഡു പൊട്ടുന്നു. ദൈവം, അതൊരു ഞായറാഴ്ച ആയിരുന്നെങ്കിൽ എന്താ കാര്യം? സഭായോധന പോലും വരാതെ കിടന്ന് ഉറങ്ങാമായിരുന്നല്ലോ എന്നാണ്. അപ്പൊ സൂര്യനും ചന്ദ്രനും ഇല്ലാത്ത കാലങ്ങളുണ്ടോ? ഉണ്ട്. എന്താ കാലം എന്നറിയണ്ടേ? സെക്കൻഡുകൾ ഇല്ലാത്ത, മണിക്കൂറുകളില്ലാത്ത, തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ ദിവസങ്ങളില്ലാത്ത, 1 2 3 4 ആഴ്ചകൾ ഇല്ലാത്ത, ജനുവരി ഫെബ്രുവരി ഡിസംബർ മാസങ്ങൾ ഇല്ലാത്ത, 2025 26 വർഷങ്ങളില്ലാത്ത, സഹസ്രാബ്ദങ്ങൾ ഇല്ലാത്ത, കാലങ്ങൾ ഇല്ലാത്ത, കാലഘട്ടങ്ങൾ ഇല്ലാത്ത, യുഗങ്ങൾ ഇല്ലാത്ത, ഋതുക്കളും ഋതുഭേദങ്ങളുമില്ലാത്ത പെന്തക്കോസുകാർക്ക് മാത്രം മനസ്സിലാകുന്ന രാജ്യം വരും. 2 കരവും ചേർത്തടിച്ചിട്ട് പറയണം, കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം അഴിയും, പുതിയൊരു യുഗം വിരിയും, തിരികെ വരാതെ ഞങ്ങൾ നിത്യതയിൽ മറയും. ഒറ്റ കാര്യവും കൂടി പറയും നിർത്താം. നക്ഷത്രങ്ങൾ താഴെ വന്ന് വീഴും. നക്ഷത്രമല്ല പിന്നെ എന്തുവാ? 109 സ്ട്രെയിഞ്ച്ലെറ്റ് പാറക്കഷണങ്ങളാണ് താഴോട്ട് പോന്നിരിക്കുന്നത്. വായിച്ചിട്ടില്ലേ? ഒരെണ്ണം വന്ന് വീണു. എവിടാ? റഷ്യയിലെ യൂറാൽ പർവ്വതത്തിൽ. ബാക്കി 108 ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? വന്ന് വീണിട്ടില്ല. 1969 വരെ 20 വർഷം കഴിയുമ്പോൾ ഒരു ഉഗ്രസ്ഫോടന ശബ്ദം ആകാശത്തിൽ കേട്ടിരുന്നു. 89 കേട്ടിട്ടില്ല, 2009 കേട്ടിട്ടില്ല. 2 ശബ്ദങ്ങൾ കുടിശ്ശികയാണ്. അങ്ങനെയെങ്കിൽ ഇനി വരാൻ പോകുന്ന ശബ്ദം അത്യുഗ്ര ശബ്ദമായിരിക്കും. അമേരിക്കൻ ശാസ്ത്ര സംഘടനയായ AAS വില്ലനോവ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് അവരുടെ ശാസ്ത്രീയ സമ്മേളനത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ട് ഗുഡ് ന്യൂസ് പുറത്തുവിട്ടിരുന്നു. ആകാശത്തിൽ നിന്നും വൈറ്റ് ഡ്വാർഫ് എന്ന പേരിലറിയപ്പെടുന്ന വെള്ളക്കുള്ളൻ എന്ന പേരിലറിയപ്പെടുന്ന നക്ഷത്രം ഭൂമിയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതോടെ വായിച്ചു നിർത്താം. വെളിപ്പാട് പുസ്തകം 8:10. മതി. അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം എങ്ങോട്ട് വന്ന് വീണു? നമ്മളെന്നാ സ്വത്രം പറയാത്ത?
ദീപം പോലെ ജ്വലിക്കുന്നല്ലേ പാസ്റ്റേ, വലിയ കുഴപ്പമില്ല. എന്നാ ദീപമാണ്? ദീപം ആ ദീപമല്ല ഈ ദീപം. ഉഗ്രസ്ഫോടക ശേഷിയുള്ള TNT-യുടെ 100 മടങ്ങ് എടുത്താൽ കിട്ടുന്ന വലിപ്പം എത്രയാണോ അതിൻ്റെ 100 ഇരട്ടിക്ക് പറയുന്ന പേരാണ് ഇവിടെ എന്തോന്ന്? ദീപം. അത് അന്നത്തെ ഭാഷയാണെന്ന്. കണ്ണിമയ്ക്കുന്നതിനിടയിൽ അന്നത്തെ ഭാഷയാണെന്ന്. PT ഉഷ, നമ്മുടെ സ്പ്രിന്റ് റാണി, ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ കിട്ടാതെ പോയ സമയം അറിയാമോ? 1 സെക്കൻഡിൻ്റെ 700-ൽ 1 അംശം. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരു തലമുടി തലമുടി 42 കീറി ഒരാൾ ഗിന്നസ് ബുക്കിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ആരോട് പറയാൻ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ ഞങ്ങൾ 44 കീറിയിട്ടുണ്ട്. വെണ്ടയ്ക്ക കണ്ടിരിക്കുന്നതിൽ വട്ടമല്ല, നീളം. ഒരു ചാൻ തലമുടി ചോറിൽ കിടന്നാൽ കാണാനുള്ള കഴിവുണ്ടോ നമുക്ക്? ഉണ്ടോ? ഇല്ല. അതുകൊണ്ടല്ലേ തൊണ്ടേന്ന് എടുക്കുന്നത്. ഇപ്പം ഇതെവിടെ കിടന്നാ? അത് എരിശ്ശേരിയും പുളിശ്ശേരിയും കൂടെ കൂട്ടിയടച്ചപ്പം പാമ്പ് പൊത്തിക്കയറുമ്പം വാല പിടിക്കുന്ന പോലെ ഈ വാലയെ കിട്ടിയത് കൊണ്ട് തൃശ്ശൂർ പൂരത്തിലെ മാലപ്പടക്കങ്ങളൊക്കെ ചോറ് തിരിച്ചു വരിക. ഓർത്തോളം നിങ്ങൾ, കണ്ണിമയ്ക്കുന്ന നേരത്തിനകം നമ്മൾ പോകും. പ്രിയപ്പെട്ടവരെ, പറഞ്ഞവസാനിപ്പിക്കുന്നു. സുവിശേഷകൻ ഇങ്ങനെ പറയുന്നു, ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂമിയിൽ താമസിക്കുന്ന മനുഷ്യൻ നോക്കിക്കൊണ്ട് നിർജീവന്മാരാകും എന്ന് മനസ്സിലായോ? സ്തംഭിച്ചു പോകുന്നു, പിടിവിട്ടു പോകും, സ്തംഭിച്ചു പോകും. ചിലപ്പം മരിച്ചു പോകുന്ന, അറ്റാക്ക് വരുന്ന പറഞ്ഞതിനർത്ഥം. പണ്ടത്തെ പോലെയാണോ ഇപ്പം മരണം? എന്നാ വേഗമാണ് മരണം വരുന്നത്. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുക, പാടിക്കൊണ്ടിരിക്കുമ്പോൾ മരിക്കുക. അതുകൊണ്ട് ഞാൻ 7 മണിക്ക് ക്ലാസ് തുടങ്ങി, 6:45 കഴിഞ്ഞപ്പം തുടങ്ങി. ഈ 9 മണിയായിട്ടും നിങ്ങൾ അടുത്തിരിക്കുന്ന ഒരാൾ ഇതുവരെ വാ തുറന്നിട്ടില്ല. സ്തോത്രം പറഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് പിച്ചി നോക്കിയത്, ചിലപ്പോൾ ചത്തിരിക്കുകയായിരിക്കും. ഞാൻ പറയുന്നത് 2 മണിക്കൂറൊക്കെ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റുമോ? നമുക്കൊന്ന് എഴുന്നേൽക്കാം. ആ വിശുദ്ധിയെ തികച്ചെന്നുള്ള പാട്ടിൻ്റെ 2 വരി എനിക്ക് പറ്റത്തില്ല, ഞാൻ പാടും. എന്തുവാ? ആകാശത്തിൻ ശക്തി, അച്ഛനല്ലേ ആദ്യം പാടിയത് അല്ലേ? ആകാശത്തിൻ ശക്തി ഇളകുന്നതാൽ ഭൂമിയിൽ. അത് പാടിക്കൊണ്ട് പാസ്റ്റർ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. ആകാശ ലക്ഷണങ്ങളുടെ ഒരു പാർട്ട് ഇവിടെ തീർക്കുകയാണ്. ക്യൂരിയോസിറ്റിയോ ബാർപ്പൻഡറോ സ്റ്റാർ വാറൊന്നും പറഞ്ഞിട്ടില്ല. സൂര്യൻ കരിമ്പടം പോലെ കറക്കും. എഴുന്നേക്കപ്പാ, പോണ്ടേ, വീട്ടിൽ പോണ്ടേ. അതോ ഇത് കേട്ടതുകൊണ്ട് ഇനി പോകണമെന്നില്ലയോ? അപ്പോൾ സൂര്യൻ കരിമ്പടം പോലെ കറക്കും. ചന്ദ്രൻ രക്തത്തിൽ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വന്ന് വീഴും. നമുക്ക് നാളെ ഭൂമിയിലേക്ക് വരാം. ഭൂമിയിൽ നടക്കുന്ന പ്രാപഞ്ചിക ലക്ഷണങ്ങൾ.